അപ്പോൾ സാധാരണ ക്ഷേത്രത്തിൽ ഒന്നുകിൽ ദുർഗ, ഇല്ലെങ്കിൽ കാളി, ഇല്ലെങ്കിൽ ലക്ഷ്മി, ഇല്ലെങ്കിൽ പാർവതി, ഇങ്ങനെ സംഭവിക്കുക. മൃദംഗശില ക്ഷേത്രത്തിൽ ഭഗവതിയുടെ 10 അവതാരത്തിൻ്റെയും ഫോംസിലാണ് ഇവിടെ ഭഗവതി ഇരിക്കുന്നത്. കേരളത്തിലെ ഒരുവിധപ്പെട്ട ഒരു ക്ഷേത്രത്തിലും ദശഭാവത്തിൽ ദേവിയെ പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. ഈ മൃദംഗശില ക്ഷേത്രത്തിലാണ് അതിനുള്ള വലിയ അവസരം. ഇനി കണ്ണിന് കുളിർമയേകുന്ന കാതിനിമ്പമുള്ള നിമിഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പത്തനംതിട്ടയിൽ ജനനം, രസതന്ത്രത്തിൽ ബിരുദവും ഇംഗ്ലീഷ്, ചരിത്രം, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറൽ ബിരുദവും നേടിയ പ്രതിഭാശാലി, പത്രപ്രവർത്തകനായും അധ്യാപകനായും ജോലി ചെയ്ത ബഹുമുഖ വ്യക്തിത്വം. കേരള പോലീസിൽ നിന്നും DGP ആയി വിരമിച്ച് രാഷ്ട്രപതിയുടെ പോലീസ് മെഡലും രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡലും കരസ്ഥമാക്കിയ ധിഷണാശാലി ശ്രീ അലക്സാണ്ടർ ജേക്കബ് അവർകൾ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തെക്കുറിച്ച് തന്റെ സർവീസ് സ്റ്റോറിയുടെ ഭാഗമായി അലക്സാണ്ടർ സർ നടത്തിയ പരാമർശമാണ് ക്ഷേത്രത്തിന് ശ്രദ്ധയും പ്രശസ്തിയും നേടിക്കൊടുത്തത്. വാക്കുകളിലൂടെ അറിവും അനുഭവവും പങ്കുവെച്ച് പ്രായഭേദമന്യേ ഉള്ളവരെ ആകർഷിക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ ക്ഷേത്രഭൂമികയെ കേരളക്കരയ്ക്ക് സുപരിചിതമാക്കി. ഈ ചടങ്ങിൽ ഞങ്ങളുടെ മുഖ്യാതിഥിയായെത്തിയ മുൻ DGP അലക്സാണ്ടർ ജേക്കബ് സാറിനെ മുഖ്യഭാഷണത്തിനായി ഏറെ ആദരവോടെ സഹർഷം ക്ഷണിക്കുന്നു. പുരാണപ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിൽ വരാനും നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞത് വലിയ ഒരു ഭാഗ്യമാണ്. ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഈ ക്ഷേത്രം ആദ്യം സ്ഥാനം പിടിക്കുന്നത് പരശുരാമനുമായി ബന്ധപ്പെട്ടതാണ്. പരശുരാമൻ എന്ന് കേൾക്കുമ്പോൾ പുരാണത്തിലെ പരശുരാമനാണ് എന്ന് ധരിച്ചു കളയരുത്. AD 646 കേരളം ഭരിച്ചിരുന്ന കളബ്രർ എന്ന രാജവംശത്തെ പാണ്ഡ്യ രാജാവായ കടുങ്ങോൻ പരാജയപ്പെടുത്തി. അതിനുശേഷം മഹാരാഷ്ട്രയിൽ നിന്ന് അദ്ദേഹം നിർമ്മാതര തീരത്ത് ഭരിച്ചിരുന്ന പരശുരാമ രാജവംശത്തിലെ പ്രഗത്ഭനായ വാമന പരശുരാമനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. ആ പരശുരാമൻ കേരളത്തിൽ 108 ദുർഗാ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. ആ 108 ദുർഗാ ക്ഷേത്രങ്ങൾ ഒന്നാണ് നാം ഇന്ന് കാണുന്ന മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. പക്ഷേ ആ ദുർഗയെ ഇവിടുത്തെ ജനങ്ങൾ വിളിച്ച പേര് പോർക്കാളി എന്നാണ്. കാളിഭാവത്തിൽ ദുർഗാ ഭഗവതിയെ സങ്കല്പിച്ചു. അങ്ങനെ അത് പോർക്കാലി എന്നറിയപ്പെട്ടു. ആ ക്ഷേത്രം ഇവിടെ നിൽക്കുന്ന സമയത്താണ് പഴശ്ശിരാജാവിൻ്റെ രാജകുടുംബം ഇവിടേക്ക് വരുന്നത്. പഴശ്ശിരാജാവിൻ്റെ രാജകുടുംബം വന്നത് കർണാടകത്തിൽ നിന്നാണ് എന്നാണ് സങ്കല്പം. കുർഗിൽ നിന്നാണെന്നും അല്ല സ്വർണ്ണ ഖനിയുള്ള കോളാറിൽ നിന്നാണെന്നും 2 അഭിപ്രായങ്ങളുണ്ട്. അവരോട് വന്നപ്പോൾ അവരവരുടെ ക്ഷേത്രത്തിലെ പഴയ ശൈവ വിഗ്രഹത്തെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. അതവർ കൊണ്ടുവന്ന് ഇന്ന് നമ്മൾ ശിവപുരം എന്ന് വിളിക്കുന്ന ആ ക്ഷേത്രത്തിലാണ് സ്ഥാപിച്ചത്. പഴയ ശിവവിഗ്രഹവുമായി വന്നവരായതുകൊണ്ട് അവരെ പഴശ്ശി എന്ന് വിളിച്ചു. പഴശ്ശി രാജവംശം കേരളത്തിലേക്ക് എത്തിയത് ഏതാണ്ട് 800 വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് കരുതപ്പെടുന്നത്. പക്ഷെ അവരിവിടെ പഴയ ശിവവിഗ്രഹത്തെ ശിവപുരത്ത് പ്രതിഷ്ഠിച്ചെങ്കിലും ആ ശിവഭാവത്തെ ആ പഴശ്ശിരാജാവ് ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ ആ പഴശ്ശി ക്ഷേത്ര പരമ്പരയിലെ മറ്റൊരു രാജാവാണ് മൃദംഗ ശൈലേശ്വരി സങ്കല്പത്തെ ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത്. മൃദംഗം എന്ന് പറയുന്നത് പുരാണങ്ങളിൽ പരാമർശിക്കുന്ന ഒരു സംഗീതോപകരണമാണ്. അതിന് ആ പേര് വരാനുള്ള കാരണം ആദ്യകാലത്തെ മൃദംഗം കളിമണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. മൃദ എന്ന് പറഞ്ഞാൽ കളിമണ്ണെന്നർത്ഥം. അത് വിരലുകൾ കൊണ്ട് കൊട്ടി ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അതിനെ വിളിച്ച പേരാണ് മൃദംഗം. അംഗം അല്ലെങ്കിൽ വിരലുകൾ കൊണ്ട് കളിമണ്ണിൽ തട്ടി ഉണ്ടാക്കുന്ന ശബ്ദം ഉണ്ടാക്കുക, അതാണ് മൃദംഗം എന്ന് പറയുന്നത്. മൃദംഗം ഏറ്റവും ആദ്യം പരാമർശിക്കപ്പെടുന്നത് പരമശിവനുമായി ബന്ധപ്പെട്ടതാണ്. പരമശിവൻ ശിവതാണ്ഡവമാടി. ആ പരമശിവൻ ശിവതാണ്ഡവം ആടിയപ്പോൾ ആ ശിവതാണ്ഡവത്തിന് സമയത്ത് നന്ദി മൃദംഗം കയ്യിലെടുത്ത് ആ ശിവതാണ്ഡവത്തിന് താളമടിച്ചു, പെർക്കഷൻ സൗണ്ട് അടിച്ചു. അങ്ങനെ ആ മൃദംഗത്തിന് ശബ്ദം കേട്ടപ്പോൾ അത് ശിവതാണ്ഡവത്തിന് വളരെ തന്മയത്തോടു കൂടിയ ഒരാസ്തിക്യം കൊടുത്തു. ഇത് കണ്ട എല്ലാവരും വളരെ അത്ഭുതത്തോടുകൂടി അത് കണക്കാക്കി.
അതിനുശേഷം പരമശിവൻ നൃത്തം ചവിട്ടുമ്പോൾ ഗണേശ ഭഗവാൻ മകൻ അദ്ദേഹം മൃദംഗം എടുത്ത് കൊട്ടാൻ തുടങ്ങി. അപ്പോൾ ഗണേശനുമായി ബന്ധപ്പെട്ട വലിയ ഒരു സംഗീതോപകരണമായി മാറുകയാണ് മൃദംഗം. എന്നാൽ വൈഷ്ണവ ആരാധന രീതിയിൽ ശ്രീകൃഷ്ണൻ ഗോപസ്ത്രീകളോടൊപ്പം നൃത്തം ചവിട്ടി. അത് പിന്നീട് ഒരു കലയായി, കൃഷ്ണനാട്ടം എന്നൊരു കഥയായി. ആ കൃഷ്ണനാട്ടം നടക്കുമ്പോൾ മൃദംഗം കൊണ്ടാണ് അതിന് ശബ്ദതാളം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കൃഷ്ണനാട്ടവുമായി ബന്ധപ്പെട്ട് മൃദംഗം വലിയ ഒരു ഭാവമായി. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് സരസ്വതി ഭഗവതിയുമായി മൃദംഗം ബന്ധപ്പെടുന്നത്. സരസ്വതി ഭഗവതി സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും അറിവിൻ്റെയും ദേവതാ സങ്കല്പമാണ്. സരസ്വതി ദേവി അവരുടെ കയ്യിൽ വച്ചിരിക്കുന്നത് 2 സാധനങ്ങളായിരുന്നു. വീണ പുസ്തകധാരണി, ഒരു കയ്യിൽ വീണയും മറ്റേ കയ്യിൽ പുസ്തകവും ധരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവതി എന്ന് സരസ്വതി ഭഗവതിയെ വിളിച്ചു. പക്ഷെ പിന്നീട് ഭഗവതിക്ക് മൃദംഗവുമായി വലിയ ഇഷ്ടമായി. അങ്ങനെ സരസ്വതി ദേവി ഇരിക്കുമ്പോൾ വീണയും പുസ്തകവും ഉണ്ട്, അതോടൊപ്പം ഇടത്തെ കൈകൊണ്ട് കൊട്ടത്തക്കവണ്ണം ഒരു മൃദംഗം വെച്ചേക്കും. അപ്പോൾ സംഗീതം കൊഴിപ്പിക്കുമ്പോൾ സരസ്വതി ദേവി ഇടത്തെ കൈകൊണ്ട് മൃദംഗം കൊട്ടും. അങ്ങനെ സരസ്വതി ദേവിക്കൊരു പേര് വന്നു, അതാണ് മൃദംഗശീലേശ്വരി, മൃദംഗത്തെ ശീലമാക്കിയവൾ. ആ മൃദംഗശീലേശ്വരി രൂപത്തിൽ സരസ്വതി ദേവി ആദ്യമായി പരാമർശിക്കപ്പെടുന്നത് ശിലപ്പതികാരം എന്ന കൃതിയിലാണ്. സംഘകാല കൃതിയായ ശിലപ്പതികാരത്തിൽ കണ്ണകി ഈ മൃദംഗം വെച്ച് പാടുമായിരുന്നു. അവസാനം മധുരയിലെ രാജാവിനെ ശപിച്ച ശേഷം കണ്ണകി വരുമ്പോൾ അവൾ മൃദംഗവും കൂടി കൂടെ കൊണ്ടുവന്നിരുന്നൊരു സങ്കല്പം. ഇപ്പോൾ പഴശ്ശിരാജാവ് അറിവിൻ്റെ മേഖലയിലേക്ക് പരാമർശിച്ചപ്പോൾ അദ്ദേഹം സരസ്വതി ദേവിയോട് ആരാധന ഉണ്ടാവുകയും അദ്ദേഹം സരസ്വതി ദേവിയെ മൃദംഗശൈലേശ്വരി എന്ന ഭാവത്തിൽ ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ദുർഗാഭഗവതി ഉണ്ട് പോർക്കാളിയായിട്ട്, സരസ്വതി ദേവി മൃദംഗശൈലേശ്വരിയായിട്ടുണ്ട്. എന്നാൽ അതേപോലെ ശൈവ സാന്നിധ്യത്തോടുണ്ടായി. പഴയ ശിവനെ ശിവപുരത്താണ് പ്രതിഷ്ഠിച്ചെങ്കിലും 2ാമത്തെ ശിവപ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ ഹിന്ദുമതത്തിലെ ബഹുമുഖതമായ ദേവശബ്ദങ്ങളും ദേവി സങ്കല്പങ്ങളും ഈ ക്ഷേത്രത്തിൽ ഒത്തുചേർന്നു. അങ്ങനെ ഒരു AD 1400 മുതൽ ഒരു 1800 കാലഘട്ടത്തിൽ മൃദംഗശൈലേശ്വരി ക്ഷേത്രം അറിവിനും വിദ്യയ്ക്കും സംഗീതത്തിനും പ്രസിദ്ധി പെറ്റ ക്ഷേത്രമായി മാറുകയാണ്. അങ്ങനെ പ്രസിദ്ധി പെറ്റ ക്ഷേത്രമായി മൃദംഗശൈലേശ്വരി മാറി ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമായി മാറുകയാണ്. അങ്ങനെ ഈ ക്ഷേത്രം ആയിരിക്കുന്ന അവസരത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ പ്രശസ്തിക്ക് കാരണഭൂതമായത് വളരെ പ്രസിദ്ധനായ 3 പഴശ്ശിരാജാക്കന്മാരാണ്. ഒന്ന് കഥകളിയിലെ ആർട്ടിസ്റ്റായ വിദ്വാൻ തമ്പുരാൻ, തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ അമ്മ ഉമാദേവിയെയും കൊണ്ട് തിരുവനന്തപുരത്ത് പോയ പഴശ്ശിരാജാവ്, അത് കഴിഞ്ഞ് വളരെ ശ്രദ്ധേയമായി ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത പഴശ്ശിരാജാവ്. അങ്ങനെ 3 പഴശ്ശിരാജാക്കന്മാർ ബന്ധപ്പെട്ടു. ഈ സമയത്താണ് കോഴിക്കോട്ടെ സാമൂതിരി രാജാവിന് ഈ ക്ഷേത്രവുമായി ബന്ധം വരുന്നത്. സാമൂതിരി രാജാവ് ചിറക്കൽ രാജവംശവുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചു. അങ്ങനെ ബന്ധം സ്ഥാപിച്ച് മലബാറിലെ ക്ഷേത്രങ്ങളിൽ സാമൂതിരിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായി. അങ്ങനെ സാമൂതിരി ഈ ക്ഷേത്രത്തിൽ വരികയും ഇവിടെ പ്രാർത്ഥിക്കുകയും ചെയ്തു പ്രധാനപ്പെട്ട യുദ്ധങ്ങൾക്ക് മുമ്പായി. അപ്പോൾ പ്രസിദ്ധമായ പഴശ്ശിരാജാവിൻ്റെ 3 പഴശ്ശി തമ്പുരാക്കന്മാർ ഇതിൽ ബന്ധപ്പെട്ടു. എനിക്ക് ഈ ക്ഷേത്രവുമായി ബന്ധം വരുന്നത് ഞാൻ കൂത്തുപറമ്പിലെ ASP ആയിരിക്കുമ്പോഴാണ്. ഈ ക്ഷേത്രത്തിലെ ദേവിയുടെ അസാമാന്യമായ ശക്തി, അതിൻ്റെ കഥകൾ ഞാൻ കേട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ക്ഷേത്രത്തിൽ നടന്ന മോഷണങ്ങളുടെ ചരിത്രം പഠിക്കാനിടയായത്. ആദ്യം ക്ഷേത്രത്തിൽ വിഗ്രഹം എടുത്ത് പുറത്തിട്ടു. വിഗ്രഹം പോലീസ് സ്റ്റേഷനിലായി. അവിടുന്ന് ഇപ്പോഴും കമ്മിറ്റിയിലുള്ള 2 പേര് പോയി ജാമ്യത്തിൽ എടുത്തുകൊണ്ട് വന്നു. അത് കഴിഞ്ഞ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം തമിഴ്നാട്ടുകാർ മോഷ്ടിച്ചുകൊണ്ട് പോയി. 41 ദിവസത്തേക്ക് യാതൊരു തുമ്പുമില്ല. 42 ദിവസം കഴിഞ്ഞാൽ പിന്നെ കിട്ടുമെന്നൊരു സംശയം. അപ്പോഴാണ് ആ വിഗ്രഹം പാലക്കാട്ടെ സൗത്ത് പോലീസ് സ്റ്റേഷന്റെ അവിടെ കൊണ്ടുവന്ന് റോഡിൽ വെച്ചിട്ട് ഇത് മൃദംഗശൈലേശ്വരി ദേവിയാണ്, തിരിച്ച് ക്ഷേത്രത്തിൽ കൊണ്ടുപോകണം എന്നൊരു നിർദ്ദേശം എഴുതി വെച്ചിരുന്നു. ആ നിർദ്ദേശപ്രകാരം മൃദംഗശൈലേശ്വരി ദേവിയെ ഒരു വലിയ ലോറിയിൽ ഡെക്കറേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരികയും പ്രതിഷ്ഠിക്കുകയും ചെയ്തു.
പിന്നീട് ഞാൻ SP ആയ സമയത്താണ് അടുത്ത മോഷണം. ആ മോഷണത്തിൽ ദേവിയെ കർണാടകത്തിൽ നിന്നുള്ള കള്ളന്മാരാണ് കൊണ്ടുപോയത്. അവർ നെടുമ്പോയിൽ ചുരം വഴി കയറി കൽപ്പറ്റയിൽ ചെന്ന് ഒരു ലോഡ്ജിൽ താമസിച്ചു. പക്ഷെ അവിടുന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അവസാനം അവർ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് മൃദംഗശൈലി ദേവിയോടുണ്ട്, പെട്ടെന്ന് 3-ാം മുറിയിലുണ്ട്, കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ കൽപ്പറ്റയിലെ പോലീസ് ഓടി അവിടെ ചെല്ലുകയും ദേവിയെ കണ്ടെത്തുകയും അവിടുന്ന് ഇവിടെ ഞാനെ കണ്ണൂർ വിളിച്ച് പറഞ്ഞ് ഞങ്ങളെ ലോറി കൊണ്ടുപോയി ഡെക്കറേഷനൊക്കെ ചെയ്ത് പ്രാർത്ഥനാ മന്ത്രങ്ങളുമായി തിരിച്ചിവിടെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് DIG പ്രമോഷൻ ഉണ്ടായി. എത്തവണ കള്ളന്മാർക്ക് ഇവിടുന്ന് പൊക്കിയെടുത്തൊരു 45 മീറ്റർ വരെ ഒരു വയലിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ട് അവർ പോയി. അപ്പോൾ ഈ 4 മോഷണം നടന്നപ്പോഴും അത് പോലീസിൻ്റെ കഴിവുകൊണ്ടല്ല തിരിച്ചു വരുന്നത്, ദേവിയുടെ ശക്തിയിലാണ് ദേവി തിരിച്ചു വരുന്നത്. അപ്പോൾ ചരിത്രം എന്നിലൂടെ എന്ന പ്രസിദ്ധമായ സഫാരിയുടെ പ്രോഗ്രാം അതിനെന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പോയി. അപ്പോൾ ഞാൻ എൻ്റെ കഴിവുകൊണ്ട് തെളിയിച്ച ഒരുപാട് കേസുകളുണ്ട്, അതിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞു. പക്ഷേ പോലീസിൻ്റെ ശക്തി കൊണ്ടല്ലാതെ കേസ് മറ്റു പല കാരണങ്ങളാലും തെളിയും. അതിന് ഉദാഹരണമായി മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലെ ഓരോ മോഷണത്തിൻ്റെയും കഥ എടുത്ത് പറഞ്ഞു. അത് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുകയും സഫാരിയുടെ ആ പ്രോഗ്രാം 40 ലക്ഷം പേര് ലോകം മുഴുവൻ കാണുകയും ചെയ്തു. 40 ലക്ഷം പേര്. അപ്പോൾ ഈ 40 ലക്ഷം പേര് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മൃദംഗ ശൈലേശ്വരി ദേവിയുടെ ശക്തിയും എങ്ങനെ തിരിച്ചു എന്നുള്ളത് പറയാൻ തുടങ്ങി. ഈ സമയത്താണ് ഞാൻ കണ്ണൂർ SP ആയിരുന്നപ്പോൾ കണ്ണൂർ എയർപോർട്ട് പണിയാൻ തുടങ്ങി. കണ്ണൂർ എയർപോർട്ട് പണിയാൻ നമുക്ക് ഭയങ്കര സമരം. കന്റോൺമെൻറ്റിൻ്റെ ഭിത്തിക്ക് കല്ലെറിയുക, ഭയങ്കര വേണം. അവസാനം അവരെയൊക്കെ അറസ്റ്റ് ചെയ്തു. അവസാനം മുനിസിപ്പാലിറ്റി പറഞ്ഞു ഇവിടെ വിമാനത്താവളം വേണ്ട, ലോകത്തിൽ ആരെങ്കിലും വിമാനത്താവളം വേണ്ടെന്ന് പറയുമോ? ഒരു വിമാനത്താവളം വന്ന് ആ സ്ഥലത്തിനുണ്ടാകാൻ പോകുന്ന പ്രശസ്തി എവിടെ വരെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു, എടക്കാട്ടോട്ട് കണ്ണൂർ വിമാനത്താവളം മാറ്റാൻ തീരുമാനിച്ചു. അവിടെ ഒരു 60 ഏക്കർ സ്ഥലമുണ്ട് ഗവൺമെൻറ്റിന്. അപ്പോൾ എടക്കാട് ഭയങ്കര സമരം. എടക്കാടാകുമ്പം കണ്ണൂരിന് തലശ്ശേരിക്ക് നട്ടപത്തിയാണ്, അവിടെ വലിയ ജനക്കൂട്ടമൊന്നുമുള്ള സ്ഥലമാണ്, അവിടെയും സമരം. അപ്പോഴാണ് നാഷണൽ എയർപോർട്ട് അതോറിറ്റി കേരളത്തിലൊരു ചർച്ചയ്ക്കായിട്ട് വന്നു. നിങ്ങൾ ഈ പറയുന്ന മലബാറിലെ എയർപോർട്ട് പണിയാൻ കണ്ണൂർ ജില്ലയിൽ എവിടെയെങ്കിലും സ്ഥലമുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്കടുത്ത് ഒരു 400 ഏക്കർ സ്ഥലം ഗവൺമെൻറ് സ്ഥലമാണ്. അത് ഏറ്റെടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, അക്വയർ ചെയ്യേണ്ട ആവശ്യമില്ല, ലാൻഡാണ്. എയർപോർട്ട് അതോറിറ്റി അത് ആ പ്രപ്പോസൽ കൊണ്ട് ഡൽഹിയിൽ പോയി അതങ്ങ് അപ്രൂവ് ചെയ്ത് കണ്ണൂർ വിമാനത്താവളം അവിടെ വന്നു. ഇപ്പോൾ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ആ വിമാനത്താവളത്തിൽ ഇറങ്ങിയാൽ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഇവിടെ വന്ന് തൊഴുതിട്ട് തിരിച്ച് എയർപോർട്ടിൽ പോയി അങ്ങ് പോവാം. പണ്ടുള്ളവർക്ക് തലശ്ശേരിയിലോ കണ്ണൂരോ ട്രെയിനിൽ വന്നിറങ്ങി ഒരു ടാക്സി പിടിച്ച് ഇവിടെ വന്ന് രാത്രി താമസിച്ച് അല്ലെങ്കിൽ കണ്ണൂർ പോയി താമസിച്ച് തിരിച്ചു പോകണം. 3-4 ദിവസത്തെ മെനക്കേടാണ്, യാത്ര വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ മൃദംഗ ശൈലേശ്വരി ദേവിയുടെ ശക്തി ഉണ്ടോ? എല്ലാവരും യുദ്ധം ചെയ്ത എയർപോർട്ട് മൃദംഗ ശൈലേശ്വരിയുടെ സമീപത്തോട്ട് വന്നു. അപ്പോൾ ഈ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി ആളുകൾ വഴി ചോദിച്ചാൽ ഞാൻ പറയും നിങ്ങൾ കണ്ണൂർ എയർപോർട്ടിൽ വിമാനത്തിൽ ഇറങ്ങുക, അവിടുന്ന് ഒരു ടാക്സി പിടിച്ചാൽ 10 കിലോമീറ്ററേ ഉള്ളൂ, ദേവിയിൽ പോയി തൊഴുതിട്ട് തിരിച്ചങ്ങ് എയർപോർട്ടിൽ ഇറങ്ങിയാൽ അടുത്ത വിമാനത്തിൽ നിങ്ങൾക്ക് പോവാം. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്ത് നിന്ന് ആളുകൾ ഇപ്പോഴും കണ്ണൂർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യും, നേരെ ഇവിടെ വരും, തൊഴും, അടുത്ത വിമാനത്തിന് തിരിച്ച് പറന്നങ്ങ് പോകും. അപ്പോൾ ദേവിയുടെ ശക്തി കണ്ടോ? കണ്ണൂരോ ഇടയ്ക്ക് ഇവിടെ നടക്കാതിരുന്നൊരു ഒരു എയർപോർട്ട് ദേവിയെ തപ്പി ദേവിയുടെ അടുത്ത് വന്നു. ഭക്തന്മാർക്ക് ലോകത്തിലെ എല്ലാ ഭാഗത്തു നിന്നും ഇവിടെ എത്തിച്ചേരാൻ വളരെ എളുപ്പമായ ഒരു സങ്കല്പം ഉണ്ടായി. അപ്പോൾ ലോകത്തിലെ എല്ലായിടത്തുമുള്ള കാളി സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് മൃദംഗ ശൈലി ക്ഷേത്രത്തിലെ കാളി സങ്കല്പം. ആ കാളി സങ്കല്പം എന്ന് ചോദിച്ചാൽ ലോകത്തിലെ മറ്റ് സ്ഥലങ്ങളിൽ കാളി ഭഗവതി കറത്തിരുണ്ട് നാക്കൊക്കെ നീട്ടി ഒരു തലയോട്ടി ഇങ്ങനെ കഴുതി തൂക്കി മനുഷ്യൻ്റെ വിരളം മുറിച്ച് അതുകൊണ്ട് അരിഞ്ഞാണമിട്ട് ഒരു കാളി ഭഗവതി നിൽക്കുകയാണ്. ശൂലം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാളി ഭഗവതിയെ കണ്ടാൽ കൊച്ചുകുട്ടികൾ അയ്യോ എന്ന് വിളിച്ചു പോകും. പക്ഷെ ഒറിജിനൽ കാളി ഭഗവതി ഈ തലയോട്ടി തൂക്കിയിടുന്ന വിരലുകൾ മുറിച്ച് അരിഞ്ഞാണമിടുന്ന ഒരു ദേവിയല്ല. കാരണം ശങ്കരാചാര്യർ മലയാളിയായി ജനിച്ചിലെ ഏറ്റവും മഹാനായ മനുഷ്യൻ, അദ്ദേഹം സർവജ്ഞപീഠം കയറി അതിനുശേഷം ശാരദാപീഠത്തിൽ ഇരുന്നു കൊണ്ട് ദേവിയെ സ്തുതിക്കുകയാണ്. ആ സ്തുതിയാണ് പ്രസിദ്ധമായ ത്രിപുര സുന്ദരി ദർശന ലഹരി എന്ന് പറയുന്ന പ്രസിദ്ധമായ സ്തോത്രം. ആദ്യം ജ്ഞാനേശ്വരി വന്നു, അതിനുശേഷം ദുർഗാഭഗവതി വന്നു,
നൃത്തം ചവിട്ടി തിരിച്ചുപോയി. പിന്നെ പാർവതി വന്നു, നൃത്തം ചവിട്ടി തിരിച്ചുപോയി. അത് കഴിഞ്ഞ് കാളി ഭഗവതി വന്നു. അങ്ങനെ ദേവിയുടെ 10 അവതാരങ്ങളും വന്ന് നൃത്തം ചെയ്ത് തിരിച്ചുപോയി. അപ്പം 4ാമതായി കാളി ഭഗവതി വന്നപ്പോൾ ശങ്കരാചാര്യർ പാടുകയാണ്, വിശ്വേശ്വര നിൻ കനക കളയവര ദർശനമേ പരമാനന്ദം, ആനന്ദം പരമാനന്ദം, ആനന്ദം സച്ചിദാനന്ദം. അതായത് കാളി ഭഗവതി കനക കളയവരയാണ്, സ്വർണ്ണ നിറമുള്ള സുന്ദരിയാണ്. അപ്പോൾ ഈ സ്വർണ്ണ നിറമുള്ള സുന്ദരിയായി കാളി ഭഗവതിയെ പിക്ചർ ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് മൃദംഗശൈല ക്ഷേത്രം. ഇവിടെ കറുത്തിരുണ്ട്, നാക്കിൽ രക്തവും പുരട്ടി, കഴുത്തിൽ തൊലയോട്ടിയും തൂക്കി, കയ്യിൽ വിരലും മുറിച്ച് അരിഞ്ഞാണ്ടൊരു ദേവിയല്ല. ശങ്കരാചാര്യർ കാളി ഭഗവതിയുടെ ഒറിജിനൽ ഫോമിൽ ശാരദാപീഠത്തിൽ വെച്ച് പറഞ്ഞ കനക കളയവര ദർശനമേ ആയി സ്വർണ്ണ നിറത്തിലുള്ള സുന്ദരിയായി പഞ്ചലോഹ വിഗ്രഹമായി പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഈ മൃദംഗശൈലേശ്വരിയെ കണ്ടിട്ടാണ് പന്തളം രാജവംശം അവരുടെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ട്. അത് കാളി ക്ഷേത്രമാണ്. കാളി ക്ഷേത്രം. ആ കാളി ക്ഷേത്രത്തിൽ കാളി ഭഗവതിയെ മൃദംഗശൈലേശ്വരി ദൈവത്തിലെ ദേവിയെ വെച്ചിരിക്കുന്ന പോലെ സ്വർണ്ണ നിറമുള്ള സുന്ദരിയായി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സ്വർണ്ണ നിറമുള്ള സുന്ദരിയായി കാളി ഭഗവതിയെ വെച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് മൃദംഗശൈല ക്ഷേത്രം. 2ാമത്തെ പന്തളം ക്ഷേത്രം. കേരളത്തിലാകെ 12 ക്ഷേത്രത്തിലെ കാളി ഭഗവതി സ്വർണ്ണ നിറമുള്ള സുന്ദരിയായിട്ടുള്ളൂ. അതിലേറ്റവും പ്രസിദ്ധമായത് മൃദംഗശൈല ക്ഷേത്രമാണ്. അപ്പോൾ ആ ഭാവത്തിൽ കാളി ഭഗവതിയെ കാണാൻ കഴിയുന്ന ക്ഷേത്രമാണ് മൃദംഗശൈല ക്ഷേത്രം. ഇനി മറ്റെല്ലാ സ്ഥലങ്ങളിലും ദേവി ഒരു ഭാവത്തിലായിരിക്കുന്നത്. പക്ഷേ മൃദംഗശൈലേശ്വരി ദേവിയുടെ ദശാവതാരത്തിൻ്റെ 10 ഫോം കാണിക്കുന്ന ക്ഷേത്രമാണ് മൃദംഗശൈലേശ്വരി ക്ഷേത്രം. വളരെ ശ്രദ്ധേയമായി ആദ്യമായി ദേവി ഭാഗവത്തിലെ ദശാവതാരത്തിൽ ആദ്യമായി വരുന്നത് ജ്ഞാനേശ്വരിയായിട്ടാണ്. ലോകത്തിലെ കുട്ടികൾക്ക് അറിവ് കൊടുക്കുന്നത് അമ്മയാണ്. അപ്പം അമ്മയെ അറിവിൻ്റെ ഉത്ഭവമാക്കി മാറ്റാൻ, ജ്ഞാനേശ്വരിയാക്കി മാറ്റാൻ ആ ജ്ഞാനേശ്വരി ഭാവത്തിൽ ഭഗവതി ആര്യമായി അവതരിച്ചു. മൃദംഗശൈലേശ്വരി ദേവിയുടെ 1ാം ഭാവം ജ്ഞാനേശ്വരി ഭാവമാണ്. ഇവിടെ ആരെങ്കിലും വന്നാൽ ലൗകികമായ അറിവിനപ്പുറത്തായി ആ ആളിന് ജ്ഞാനം ലഭിച്ചിരിക്കും. ജ്ഞാനം. വിദ്വാൻ തമ്പുരാൻ കഥകളിയുടെ ഔന്നത്യത്തിലെത്തിച്ചു. ഓരോ കഥകളിയിൽ ആട്ടക്കഥ എഴുതണം. ആട്ടക്കഥ എഴുതാൻ നേരം വിദ്വാൻ തമ്പുരാൻ എന്ത് ചെയ്യും? വിദ്വാൻ തമ്പുരാൻ മൃദംഗശൈല ക്ഷേത്രത്തിൽ വരും. പോർക്കാലി ദേവിയുടെ അടിയിൽ ഒരു ഗുഹയുണ്ട്, ഒരു നിലവറയുണ്ട്. ആ നിലവറയിൽ പോയിരുന്ന് ധ്യാനിക്കുമ്പോൾ വിദ്വാൻ തമ്പുരാന് കറക്റ്റ് ഐഡിയ വരും. അങ്ങനെയാണ് നാം കാണുന്ന എല്ലാ ആട്ടക്കഥകളും എഴുതിയിട്ടുള്ളത്. എനിക്കവിടെ പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഞാനിവിടെ 3:30 വന്ന് അവസാനം 5:30 വന്നിട്ട് ക്ഷേത്രം കാണാൻ പോയപ്പോൾ ഞാൻ ചോദിച്ചു, അവിടെ പോകാൻ വല്ല വഴിയുണ്ടോ? ഓരോരുത്തരും കൊണ്ടുവന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിദ്വാൻ തമ്പുരാന് ജ്ഞാനം കൊടുത്ത ആ പോർക്കാലി ക്ഷേത്രത്തിൻ്റെ അടിയിലുള്ള ആ നിലവറയിൽ ഞാൻ പോയി. എനിക്ക് സ്വർഗം കിട്ടിയ അനുഭവമായിരുന്നു. ആ വിദ്വാൻ തമ്പുരാന് അറിവ് കൊടുത്ത ആ സ്ഥലത്ത് പോകാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ജ്ഞാനേശ്വരി ഭാവത്തിലാണ് വിദ്വാൻ തമ്പുരാന് അറിവ് കൊടുക്കുന്നത്. വളരെ ശ്രദ്ധേയമായി ആശയങ്ങൾക്ക് വേണ്ടി കുട്ടികളെ കൊണ്ട് അമ്മമാർ വരുന്ന, പണ്ഡിതന്മാർ വരുന്ന ഒരു സ്ഥലമാണ് പോർക്കാലി ക്ഷേത്രത്തിലെ ആ ജ്ഞാനേശ്വരി ഭാവത്തിൽ അറിവ് കൊടുക്കുന്ന സംഭവം. വളരെ കൃത്യമായി ജ്ഞാനം കൊടുക്കുകയാണ്. കഥകളിയിൽ സ്ത്രീ വേഷം പുരുഷന്മാരാണ് കെട്ടിയിരുന്നത്. അതിനുവേണ്ടി മീശയൊക്കെ വടിച്ച് ശരീരമൊക്കെ പെയിൻറ് ചെയ്തിട്ടായിരുന്നു കടിച്ചിരുന്നത്. വിദ്വാൻ തമ്പുരാന് തോന്നി, സ്ത്രീകളെ മറ്റു സ്ഥലത്തുനിന്ന് മാറ്റുന്നത് പോലെ കഥകളിയിൽ നിന്ന് മാറ്റുന്നത് എന്തിനാണ്? ഭരതനാട്യം സ്ത്രീകളല്ലേ കളിക്കുന്നത്, മോഹിനിയാട്ടം സ്ത്രീകളല്ലേ കളിക്കുന്നത്, കൃഷ്ണാട്ടത്തിൽ സ്ത്രീകളല്ലേ കളിക്കുന്നത്, 64 ഡാൻസ് ഫോംസില്ലേ, അവിടെയൊക്കെ പുരുഷന്മാരെക്കാൾ എക്സൽ ചെയ്യുന്ന സ്ത്രീകളല്ലേ. അപ്പോൾ എന്തുകൊണ്ട് കഥകളിയിൽ സ്ത്രീകൾക്ക് അഭിനയിച്ചുകൂടാ? അങ്ങനെ അദ്ദേഹം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. മൃദംഗശൈലേശ്വരൻ പ്രാർത്ഥിച്ച ശേഷം അദ്ദേഹം ഈ കുളത്തിൻ്റെ കരയ്ക്ക് വന്നിരുന്നു. അവിടെ ധ്യാന നിരതനായി ഇരുന്നിട്ട് ചിന്മുദ്രയിൽ കൈകൾ പിടിച്ച് അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ജലാശയത്തിലൊരു ശബ്ദം. അദ്ദേഹം കണ്ണൂർ നോക്കിയപ്പം മൃദംഗശൈലേശ്വരി ദേവി അരക്കെട്ടിന് മുകളിൽ മാത്രം വെള്ളത്തിൽ പൊങ്ങി ഒരു രൂപം. അത് കഥകളിയിൽ എങ്ങനെ സ്ത്രീവേഷം കെട്ടി സ്ത്രീകൾ വരണം
എന്നുള്ളതിന് ഫോമായിരുന്നു. മൃദംഗശൈല ദേവിയെ പൂജിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ ദേവി അപ്രത്യക്ഷയായി. ആ ഫോമിലാണ് കേരളത്തിലുള്ള ലോകം മുഴുവനുള്ള കഥകളിയിൽ ആ സ്ത്രീ വേഷം ഇപ്പോൾ ആടുന്നത്. മൃദംഗശൈല ദേവി കാണിച്ചെന്ന മാർഗ്ഗമാണ്. അപ്പോൾ ജ്ഞാനേശ്വരി ഭാവത്തിൽ ഈ ക്ഷേത്രത്തിൽ വരുന്നവർക്ക് ജ്ഞാനം കൊടുക്കുന്ന ദേവതാസങ്കല്പമാണ് ഈ ക്ഷേത്രത്തിലെ ദേവതാസങ്കല്പം. രണ്ടാമതായി ദേവിയുടെ അവതാരം ദുർഗാ ഭഗവതിയായിട്ടാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഒറിജിനൽ പ്രതിഷ്ഠ പരശുരാമൻ ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ നിന്നും വാമന പരശുരാമൻ ചെയ്യുന്നത് ദുർഗാ ഭഗവതി ക്ഷേത്രമായിട്ടാണ്. നിങ്ങൾ പരശുരാമൻ സ്ഥാപിച്ച 108 ദുർഗാക്ഷേത്രങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടോ? അതിൽ 7ാമത്തെ ക്ഷേത്രം മൃദംഗശൈല ക്ഷേത്രമാണ്. ഇവിടെയാണ് ദുർഗാദേവിയെ പ്രതിഷ്ഠിച്ചത്. ആ ദുർഗാദേവിയെ പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മൾ ഈ ദേശക്കാർ ദേവിയെ വിളിച്ചു പോർക്കാളി, യുദ്ധത്തിൻ്റെ ദേവത എന്ന് വിളിച്ചു. ഈ പോർക്കാളി ഭാവത്തിൽ ദേവി യുദ്ധത്തിന് അത്ഭുതകരമായ കഴിവാണ് ഈ ദേശത്തെ ആളുകൾ കൊടുക്കുന്നത്. 1773 ഹൈദരാലിയുടെ സൈന്യം കണ്ണൂരിലേക്ക് അരച്ച് കയറി. പഴശ്ശിരാജാവിൻ്റെ ഒറിജിനൽ രാജാവ് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. അദ്ദേഹം പോയി തിരുവിതാംകൂറിൽ പോയി വൈക്കം ക്ഷേത്രത്തിന് അടുത്തുള്ള പഴശ്ശിയുടെ വീടെന്ന് പറയുന്നൊരു വീടുണ്ട്, അവിടെ പോയി ഒളിച്ചിരുന്നു. പക്ഷേ ചെറുപ്പക്കാരനായ പഴശ്ശി പറഞ്ഞു, ഞാൻ ഓടത്തില്ല, ഹൈദരാലി കൊല്ലുന്നേ കൊന്നോട്ടോ, ഞാൻ ഓടത്തില്ല, എന്നെ പോർക്കാലി ദേവി രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പഴശ്ശിരാജാവ് 1777 പഴശ്ശിരാജാവായി മാറുകയും പിന്നീട് അദ്ദേഹത്തിന് 21 വയസ്സേ ഉള്ളൂ. ഈ പോർക്കാലി ദേവിയുടെ സഹായത്തോടുകൂടി അദ്ദേഹം ടിപ്പുവിനെയും ഹൈദരാലിക്കെതിരെ യുദ്ധം ചെയ്തു. പിന്നീട് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തു. രക്തസാക്ഷിയാവുന്നവരെ അദ്ദേഹം സൈന്യം നയിച്ചു. വളരെ ശ്രദ്ധേയമായി ആ യുദ്ധം നടത്തിയപ്പം ദേവിക്ക് ജാതിയും മതമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ പഴശ്ശിരാജാവ് ജാതി മതത്തിനതീതമായി സൈന്യത്തെ ഉണ്ടാക്കി. അതിനു മുമ്പ് തെക്കേ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ മഹാനായ അയ്യപ്പ ഭഗവാന് മാത്രമേ ഇത് പറ്റിയിട്ടുള്ളൂ. അയ്യപ്പ ഭഗവാന്റെ സൈന്യത്തിൽ നായന്മാരുണ്ടായിരുന്നു. അയ്യപ്പ ഭഗവാന്റെ സൈന്യത്തിൽ ബാബറെ പോലൊരു മുസ്ലിമുണ്ട്. കറുപ്പയും ഉൾപ്പെടെ OBCയും ഷെഡ്യൂൾ ട്രൈബുണ്ട്. അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ എല്ലാ ജാതി മതസ്ഥരെയും കൂട്ടിയിട്ടാണ് അയ്യപ്പ ഭഗവാൻ സൈന്യത്തെ ഉണ്ടാക്കിയത്, 12 രാജാവിനുടെ സൈന്യം. അവിടെ മലമുകളിൽ കയറി ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ആ സേനാനായകനെ പരാജയപ്പെടുത്തുകയും ആ ദേശം മുഴുവൻ സ്വന്തമാക്കുകയും ചെയ്തു. അയ്യപ്പ ഭഗവാൻ ചെയ്ത ഈ അത്ഭുതം പിന്നെ ചെയ്ത ആൾ പഴശ്ശിരാജാവാണ്. പഴശ്ശിരാജാവിൻ്റെ സൈന്യത്തിൽ കണ്ണൗത്ത് ശങ്കര നമ്പയ്യരെ പോലുള്ള നമ്പ്യാരന്മാരുണ്ടായിരുന്നു. ആ സൈന്യത്തിൻ്റെ തലവനാരായിരുന്നു തലക്കൽ ചന്തു എന്ന കുറിച്യൻ. അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ ചന്തു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ നാനാജാതി മതസ്ഥരായ ആൾക്കാർ. ആ സൈന്യത്തെ മുഴുവൻ ധനം കൊടുത്ത് സഹായിച്ചാരാണ്? കണ്ണൂരിനടുത്തുള്ള പ്രസിദ്ധനായ മുസ്ലിം ആയ മുതലാളി, അദ്ദേഹമാണ് സഹായിച്ചത്. അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായ സഹായം കൊണ്ടാണ് പഴശ്ശിയുടെ സൈന്യം പിടിച്ചു നിന്നത്. അപ്പോൾ അയ്യപ്പ ഭഗവാന് ശേഷം മൾട്ടി റിലീജിയസ് ആയൊരു സൈന്യത്തെ ഉണ്ടാക്കി പഴശ്ശിരാജാവ്. ആ സൈന്യത്തെ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ യുദ്ധങ്ങൾ നയിക്കുന്നത്. അപ്പോൾ ദുർഗാ ഭഗവതിയോടുള്ള പോർക്കാലി ഭഗവതിയോടുള്ള പ്രാർത്ഥനയിലാണ് ദുർഗാദേവി ചെയ്തതുപോലെയുള്ള യുദ്ധങ്ങൾ ചെയ്യാൻ പഴശ്ശിരാജാവിനെ സഹായിക്കുകയും തൻ്റെ സൈന്യത്തെക്കാൾ വളരെ ശക്തമായ സൈന്യത്തെ അദ്ദേഹം പരാജയപ്പെടുത്തുകയും ചെയ്തു. ബ്രിട്ടീഷ് സാമ്രാജ്യം ലോകം മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സാമ്രാജ്യത്തിനെതിരെ പഴശ്ശി യുദ്ധം ചെയ്യാണ്. ആ പഴശ്ശി മണത്തണക്കോട്ട പിടിച്ചു. ആ പഴശ്ശി പനമരം കോട്ട പിടിച്ചു. ബ്രിട്ടീഷുകാരുടെ ജനറൽ ബ്രൗൺ ഉൾപ്പെടെ 8 ജനറൽമാരെ കൊന്നു. അദ്ദേഹത്തെ നേരിടാൻ വേണ്ടി പിന്നീട് നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ വാട്ടർലൂ യുദ്ധത്തിൽ തോൽപ്പിച്ച ഡ്യൂക്ക് ഓഫ് വെല്ലഡിനെ കൊണ്ടുവന്നു. ആ ഡ്യൂക്ക് ഓഫ് വെല്ലഡിനെ ഇവിടിട്ട് പഴശ്ശിരാജാവ് 6 തവണ പരാജയപ്പെടുത്തി. അവസാനം നെപ്പോളിയനെ തോൽപ്പിക്കാനുള്ള ആശയം ഡ്യൂക്ക് ഓഫ് വെല്ലഡിന് കിട്ടിയത് പഴശ്ശിരാജാവിൽ നിന്നാണ്. ഡ്യൂക്ക് ഓഫ് വെല്ലഡിൻ അദ്ദേഹത്തിന് ആത്മകഥയിൽ പറയുന്നു, പഴശ്ശിരാജാവ് എനിക്കിട്ട് പ്രയോഗിച്ച പിൻസർ മൂവ്മെന്റ്, അതാണ് ഞാൻ നെപ്പോളിയനെതിരെ വാട്ടർലൂ യുദ്ധത്തിൽ പ്രയോഗിച്ചതെന്നാണ്. അപ്പൊ പോർക്കാലി ഭഗവതിയോട് യുദ്ധം ചെയ്യുമ്പോൾ ആ സഹായം ഉണ്ടെങ്കിൽ ഏത് യുദ്ധവും ജയിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം വളരെ നിസ്സാരമായിരിക്കാം, പക്ഷെ ആ പ്രശ്നങ്ങളെ നേരിടാൻ ദുർഗാ ഭഗവതിയുടെ അവതാരമായി പോർക്കാലിയായി നമ്മൾ വിശ്വസിക്കുന്ന ആ ദേവി നമ്മളെ സഹായിക്കും. ദേവിയുടെ 3ാമത്തെ അവതാരം പാർവതിയായിട്ടാണ്. പാർവതി, ഇവിടുത്തെ ദേവിക്ക് പാർവതിയുടെ രൂപഭാവമുണ്ട്, അമ്മയുടെ ഭാവം. വിദ്വാൻ തമ്പുരാൻ 3 വയസ്സ് വരെ സംസാരിക്കാത്ത ഊമനും ബെതിരുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പനമ്മ വിചാരിച്ച് ഇവനെ അങ്ങ് തട്ടാന്ന് വിചാരിച്ചു. മൃദംഗശൈല ക്ഷേത്രത്തിനടുത്തുള്ള നീരോറയുടെ അവിടെ കൊണ്ട് കുട്ടിയിട്ടിട്ട് അപ്പനമ്മ അങ്ങ് മാറിക്കളഞ്ഞു.
കുട്ടി കളിച്ച് കളിച്ച് വെള്ളത്തിലിറങ്ങും. 2-3 ദിവസം കഴിയുമ്പോൾ ശവം പൊങ്ങും എന്ന് തീരുമാനിച്ചു. 3-4 ദിവസം കഴിഞ്ഞിട്ടോ കുട്ടിയുടെ ശവം പോകുന്നില്ല. രാജകുടുംബത്തിലെ അംഗങ്ങളാ കേട്ടോ. അവര് ഈ കുട്ടിയെ തപ്പിയോടെ വന്നു. അപ്പൊ കുട്ടി ഓടി വന്നിട്ട് അച്ഛാ അമ്മേ എന്ന് വിളിച്ചു. അപ്പൊ അതൊരു സംസാരിക്കാത്ത കുട്ടി അച്ഛാ അമ്മ എന്ന് വിളിച്ചപ്പോ പഴശ്ശിരാജാവും ഭാര്യയും അത്ഭുതപ്പെട്ടുപോയി. എന്ത് പിന്നീടോ മോനെ നീ സംസാരിക്കുന്നത്? അതേ ഇല്ല, വീട്ടിൽ നിന്ന് അമ്മ ഇറങ്ങി വന്നു. അമ്മ എനിക്ക് മുലപ്പാല് തന്നിട്ട് സംസാരിപ്പിച്ച് അങ്ങനെ ഞാൻ സംസാരിച്ചെന്ന്. രാജാവ് നോക്കിയപ്പം ഈ വിദ്വാൻ തമ്പുരാൻ ചൂണ്ടിക്കാണിക്കുന്നത് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലേക്കാണ്. അവർക്ക് മനസ്സിലായി മൃദംഗശൈലേശ്വരി ദേവി പാർവതി ഭാവത്തിൽ വന്ന് മുലയൂട്ടി വിദ്വാൻ തമ്പുരാന് സംസാരിക്കാൻ കൊടുത്തു. അമ്മ ഭാവത്തിൽ സഹായിച്ചു. ശങ്കരാചാര്യരുടെ അപ്പനങ്ങ് മരിച്ചു. ശങ്കരാചാര്യ കൊച്ചു കുഞ്ഞ, സഹായിക്കാൻ ആരുമില്ല. അപ്പോൾ പാർവതി ദേവി വന്നിട്ട് ശങ്കരാചാര്യ സ്വാമിക്ക് കാലടിയിലെ വീട്ടിൽ മുലപ്പാൽ കൊടുത്തു. നമ്മൾ വായിക്കുന്ന ചരിത്രം പുരാണമല്ല, ചരിത്രം. അപ്പോൾ അമ്മ ഭാവത്തിൽ, പാർവതി ദേവിയുടെ ഭാവത്തിൽ മൃദംഗശൈലേശ്വരി ദേവി ഭക്തരെ സഹായിക്കുകയാണ്. ഈ സഹായത്തിലാണ് മൃദംഗശൈലേശ്വരി ദേവിയോട് പ്രാർത്ഥിക്കുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു അത്ഭുതം. ഞാൻ കൂത്തുറമ്പിൽ ഇരിക്കുക. അന്ന് ഇവിടുത്തെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറുണ്ട്. കല്യാണം കഴിച്ച് 8 കൊല്ലമായിട്ട് മക്കളില്ല. ഒരു ദിവസം ഈ സർക്കിൾ ഇൻസ്പെക്ടറിന് മുമ്പിൽ ഒന്ന് കരയാൻ തുടങ്ങി. എന്നുവെച്ചാൽ എന്തുകൊണ്ടാണ് കരയുന്നത്? അതെ, എൻ്റെ ഭാര്യയും കൊണ്ട് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി. അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു അങ്ങയുടെ ഭാര്യ ഒരിക്കലും ഗർഭിണിയാവാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് ഞാൻ കരഞ്ഞു പോയതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് ഇയാളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ പ്രേമിച്ച് കിട്ടിയതാ സാറേ, എൻ്റെ അമ്മ എന്നെ ശപിച്ചു, അതുകൊണ്ട് എനിക്ക് ഈ സ്ത്രീയിൽ കുട്ടി ഉണ്ടാവാത്തതെന്ന്. അപ്പോൾ ഇയാളുടെ കരച്ചിൽ നിർത്താൻ വേണ്ടി ഞാൻ പറഞ്ഞു, താനൊരു കാര്യം ചെയ്യേ, താൻ ഭാര്യയും കുട്ടി മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത്. കരച്ചിൽ നിർത്താൻ പറഞ്ഞാണ്. 2-3 മാസം കഴിഞ്ഞപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ വന്നു. സാറേ, എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം കോഴിക്കോട് മെഡിക്കൽ ഡോക്ടർമാർ ഗർഭിണിയാവില്ല എന്ന് പറഞ്ഞ സ്ത്രീ എങ്ങനെ പ്രസവിക്കും എന്നുള്ളത്, ഗർഭിണിയാവെന്ന് അറിഞ്ഞൂടാ. ആ പ്രസവത്തിൽ 2 ആൺകുട്ടി ഉണ്ടായി. ആ 2 ആൺകുട്ടികൾ എഞ്ചിനീയർമാരായി വലിയ നിലയിലെത്തി. അപ്പോൾ മക്കളുണ്ടാവാത്ത സ്ത്രീകൾ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ വരും. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഗർഭിണിയാവും, മക്കളുണ്ടായിരിക്കും. ഇന്ന് കൊടിയുണ്ടാക്കി. ആ കൊടിയിലെ രൂപം എന്താണ്? സിംഹം. സിംഹം ആരുടെ വാഹനമാണ്? പാർവതി ദേവിയുടെ വാഹനമാണ് സിംഹം. ആ പാർവതി ഭാവത്തിലാണ് നമ്മുടെ കൊടിമരവും കൊടിയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിംഹം വാഹനമായ പാർവതി ദേവിക്ക് സിംഹം ഉള്ള ഒരു കൊടി നിങ്ങൾ ഡിസൈൻ ചെയ്തു. കാരണം ഈ മൃദംഗശൈലേശ്വരി വരുന്ന സ്ത്രീകൾക്ക് കുട്ടികളുണ്ടാവാൻ, ഉള്ള കുട്ടികൾക്ക് സന്തോഷമായ ജീവിതം കിട്ടാൻ ഒക്കെ അമ്മമാർ വരുന്ന ക്ഷേത്രമാണ് മൃദംഗ ക്ഷേത്രം. അത് പാർവതി ഭാവമാണ്, പാർവതി ഭാവത്തിലാണ്. 4ാമത്തെ ഭാവം കാളി ഭഗവതിയുടെ ഭാവമാണ്. ഈ ക്ഷേത്രത്തിലെ ദേവതാ സങ്കല്പത്തിൽ പോർക്കാളി എന്ന് വിളിക്കും. പോർക്കാളി യുദ്ധത്തിൻ്റെ ദേവതയാണ്. പക്ഷേ കാളി ഭാവത്തിൽ വളരെ സത്യമായിട്ട് മനസ്സിലാക്കുന്നത് എന്താണ്? മനസ്സിലാക്കുക, കാളിയെ നമ്മളൊരു വിഗ്രഹം ഉണ്ടാക്കുമ്പോൾ നാക്ക് നീട്ടി രക്തമൊക്കെ പുരട്ടി ഒരു തലയോട്ടി കഴുത്തി തൂക്കിയിട്ട് വിരൽ മുറിച്ച് അരിഞ്ഞാണം ഉണ്ടാക്കിയിട്ടാണ് കാളി ഭഗവതിനെ പിക്ചർ ചെയ്യുന്നത്. എന്തോടെ ഇതിൻ്റെ അർത്ഥം? പല അമ്മയ്ക്കും ഇതിൻ്റെ അർത്ഥം അറിഞ്ഞൂടാ. കുട്ടി കാളി ഭഗവതിനെ കാണുമ്പോൾ അയ്യോ എന്ന് വിളിച്ച് പേടിച്ചു. അപ്പോൾ എന്തിനാണ് ഈ കാളി ഭഗവതി നാക്ക് നീട്ടി രക്തം പുരട്ടി വെക്കുന്നത്? മനുഷ്യൻ്റെ സംസാരശേഷി കാളി ഭഗവതിയുടെ ദാനമാണ്. ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ്റെ രാജസദസ്സിൽ നവരത്നങ്ങളുണ്ടായിരുന്നു. അതിലെ ഒരു കവിക്ക് 12 വയസ്സ് വരെ സംസാരിക്കാനും ഒന്നും കഴിയാത്തൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ഭാര്യയ്ക്ക് ഇത് ഭാരമെന്ന് വെച്ചാൽ ഇവനെ കൊണ്ട് എപ്പോഴും കൊണ്ടുപോകും. ഒരിക്കൽ രാജസദസ്സിൽ വെച്ച് ഈ അച്ഛൻ കവി വളരെ ഭംഗിയായിട്ട് പെർഫോം ചെയ്തു. അപ്പോൾ രാജാവ് അവന് 1000 സ്വർണ്ണ നാണയം കൊടുത്തു. ഇപ്പോഴത്തെ കണക്കിന് 4.5 കോടി രൂപ കിട്ടി. അപ്പോഴേ രാജാവ് അങ്ങോട്ട് പോയപ്പം ബാക്കിയുള്ളവരും കൂടെ ഇയാളെ കളിയാക്കി. നീ എന്തിനാണ് ആ പൊട്ടനെ കൊണ്ട് നടക്കുന്നത്? അവന് വീട്ടിലെ കണ്ടിട്ടിട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചു. മകനെപ്പറ്റി ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇയാളെ കരഞ്ഞുപോയി. ഈ കൂടുള്ളവരാരും മോശക്കാരല്ല കേട്ടോ, നവരത്നങ്ങളുടെ പേര് കേട്ടോണം. തന്നുന്തിരി ക്ഷപണക അമരസിംഹ ചങ്ക് വേതാളഭട്ട കടകർപ്പര കാളിദാസ വരാഹമിര വരുചി 9 രാജാവ് തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു, നീ എന്തിനാ കരയുന്നേ? അതേ, അങ്ങനെ പുകഴ്ത്തിയതുകൊണ്ട് യുവമാരെല്ലാം കൂടെ എന്നെ എൻ്റെ പൊട്ടനായ മോനെ വെച്ചിട്ട് എന്നെ കളിയാക്കി, എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. വിക്രമാദിത്യ രാജാവ് പറഞ്ഞു, നീ അതിന് കരയുന്നതിനാണ്? നീ ആ ഉജ്ജയിനിൽ ചെന്ന് കാളീക്ഷേത്രത്തിൽ കാളി ഭഗവതിയോട് പ്രാർത്ഥിക്കുക, നിൻ്റെ മകൻ സംസാരിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം ആ മകനെ കൊണ്ട് അവിടെ പോയി കാളി ഭഗവതിയോട് പ്രാർത്ഥിച്ചപ്പം കുട്ടി സംസാരിച്ചു. ആ കുട്ടിയാണ് വാക്പടൻ. പ്രസംഗ കലയെപ്പറ്റി ലോകമറിയുന്ന പുസ്തകം സംസ്കൃതത്തിൽ എഴുതിയ വാക്പടൻ. വാക്കുകൊണ്ട് യുദ്ധം ചെയ്യുന്ന വാക്പടനാണ്.
വിദ്വാൻ തമ്പുരാൻ സംസാരശേഷി കൊടുത്തു. അങ്ങനെ വാക്കിൻ്റെ കഴിവ് വരുന്നത് ഈ കാളി ഭഗവതിയിൽ നിന്നാണ്. അതുകൊണ്ടാണ് നാക്ക് നീട്ടി രക്തം പുരട്ടിയിരിക്കുന്നത്. എന്തിനാണ് ഈ കഴുത്തിൽ തലയോട്ടി തൂക്കിയിട്ടിരിക്കുന്നത്? ആ തലയോട്ടിക്കകത്തുള്ള തലച്ചോറിന് ബുദ്ധി നൽകുന്നത് കാളി ഭഗവതിയാണ്. അതാണ് വിശ്വാസം. നിങ്ങളെല്ലാം കാളിദാസൻ്റെ കഥ കേട്ടിട്ടില്ലേ? രുദ്രൻ എന്ന ഒരു വിറക് വെട്ടുകാരൻ, അയാൾ ഇരിക്കുന്ന ശാഖ വെട്ടുന്ന കണ്ടിട്ട് സേവകന്മാരെ പിടിച്ചോണ്ട് പോയതാണ്. അന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു, വലിയ മിടുക്കിയായിരുന്നു. അവളെ വാദത്തിൽ തോൽപ്പിക്കാത്ത ഒരു പുരുഷനെയും കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞു. പലരും വന്ന് പെണ്ണ് കണ്ടു, എല്ലാത്തിനെയും വാദിച്ച് തോൽപ്പിക്കുള്ളൂ. അപ്പോൾ ഈ രുദ്രനെ കൊണ്ട് വന്നപ്പോഴേ വീടിൻ്റെ ഭിത്തിയിൽ ഒരു രാമരാവണ യുദ്ധം വരച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ രാവണനെ കണ്ടുടനെ രുദ്രൻ പറഞ്ഞു, രാഭണ രാഭണ എന്ന് പറഞ്ഞു. സ്ത്രീ പറഞ്ഞു, ഇവൻ്റെ വിഡ്ഢിയാന്ന് തോന്നുന്നു, രാവണനെ കയറി രാവണൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ അവിടെ വന്നൊരു പണ്ഡിതൻ പറഞ്ഞു, അവൻ പറഞ്ഞതാ ശരി. രാമായണത്തിൽ കൈകേസിയുടെ 3 മക്കളെപ്പറ്റി വാൽമീകി പറയുന്നുണ്ട്. കുംഭകർണു ബകാരോസ്തി ബകാരോസ്തി വിഭീഷണ രാക്ഷസാനാങ്കുലശ്രേഷ്ഠേ രാവണോ നൈവ രാവണം. 3 മക്കളുടെ മേൽ രണ്ടാമത്തെ അക്ഷരം ഭായാണ്. കുംഭകർണൻ, വിഭീഷണൻ, മൂത്തവൻ്റെ പേര് രാവണൻ. എപ്പോഴും പണം പൊക്കി പത്തി പൊക്കി കൊത്താൻ നടക്കുന്നതാണ്. നാട്ടുകാരുടെ പറഞ്ഞവനെ രാവണനാക്കിയതാണെന്ന്. സ്ത്രീ കല്യാണം കഴിച്ചു. ആദ്യ രാത്രി ആയപ്പോഴേ സ്ത്രീക്ക് മനസ്സിലായി ഇവൻ വിഡ്ഢി കൂശ്മണ്ടൻ നമ്പർ 1 ആണ്. ലോകത്തിലെ എല്ലാ സ്ത്രീക്കും ദൈവം ഒരു വരം കൊടുത്തിട്ടുണ്ട്. ആദ്യ രാത്രി 12 മണിയാകുമ്പോഴേക്ക് ഭർത്താവ് എത്ര ഉണ്ടെന്ന് സ്ത്രീകൾക്ക് മനസ്സിലാവും. ഭാര്യയും കൊണ്ട് 20 കൊല്ലം നടന്നാലും ഭർത്താവിന് ഇത് മനസ്സിലാവില്ല. ഞാൻ തലശ്ശേരി ASP ആയിരുന്നു. 22 കൊല്ലം ഭാര്യയായിരുന്ന ഒരു സ്ത്രീ ഓട്ടോറിക്ഷ ഡ്രൈവറോട് കൂടി കളഞ്ഞു. ഞാൻ ഭർത്താവിനോട് ചോദിച്ചു, 22 കൊല്ലം നിന്നോട് ജീവിച്ചില്ലടാ, നിനക്ക് ഭാര്യയെ മനസ്സിലായില്ലേ? മനസ്സിലായില്ലത് അറിയെന്ന് പറഞ്ഞു. ഇതാണ് പുരുഷൻ്റെ കുഴപ്പം. സ്ത്രീ രാവിലെ ഇവൻ അടിച്ചിറക്കി വിട്ട് ഇവൻ നടന്ന് കാളീക്ഷേത്രത്തിൽ വന്നു. അപ്പോൾ അറിവിന് വേണ്ടി മനുഷ്യർ പോകുന്ന കാളീക്ഷേത്രത്തിലാണ്. അദ്ദേഹം വന്നപ്പോൾ കാളീദേവി മറ്റുള്ളവരുടെ സൗഖ്യം അന്വേഷിച്ച് പോയിരിക്കുകയായിരുന്നു. കാളിദേവിയുടെ ഒരു പ്രത്യേകത ഇതാണ്. മറ്റെല്ലാ ദേവന്മാരും ദേവിയും ക്ഷേത്രത്തിൽ ഇങ്ങനെ ഇരിക്കും. ഭക്തർ ഇവിടെ ഒന്ന് കണ്ടോണം. കാളിഭഗവതി അങ്ങനെയല്ല. കാളിഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി ജനങ്ങൾക്ക് എവിടെയൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അവിടെ എല്ലാം പോകും. പോലീസ് ഭാഷ പറഞ്ഞാൽ പെട്രോളിങ്ങിന് പോകും. കാളിഭഗവതി പെട്രോളിങ്ങിന് പോയിരിക്കുകയാണ്. അപ്പം മൃദംഗശൈലേശി ഇവിടെ ഇരിക്കുകയായതുകൊണ്ട് അകത്തിരിക്കുക നിങ്ങളും തിരച്ചളയരുത്. ഈ മുഴക്കുന്ന ദേശത്ത് ഇവിടെ എവിടെയെങ്കിലും ഒരു വീട്ടിൽ പ്രശ്നമുണ്ടെങ്കിൽ കാളിഭഗവതി പതുക്കെ അവിടെ എത്തും. നിങ്ങളുടെ പ്രശ്നം കണ്ടിട്ട് അതിനൊരു പരിഹാരം കാളിഭഗവതി കാണും. അതാണ് കാളിഭഗവതിയുടെ പ്രത്യേകത. ഇവനകത്ത് കയറി കഥ അടച്ച് കാളിഭഗവതി വന്നു. അകത്തായിരുന്നു അവൻ ചോദിച്ചു, പുറത്തായിരുന്നു ചോദിച്ചു. 2 കഴിഞ്ഞപ്പം കാളിഭഗവതി പറഞ്ഞു, പുറത്ത് കാളി. അവൻ പറഞ്ഞു, അകത്ത് ദാസൻ. അങ്ങനെയാണ് രുദ്രൻ കാളിദാസനായി മാറിയത്. കാളിദാസ, നിനക്ക് എന്ത് വേണം? കാളിദാസൻ പറഞ്ഞു, എനിക്ക് വിദ്യ വേണം. നീ ആ താക്കോൽ താഴത്തിനോട് നാക്ക് നീട്ടാൻ പറഞ്ഞു. നാക്ക് നീട്ടി. ആ നാക്കിൽ കാളിഭഗവതി എഴുതി, ഹരി ശ്രീ ഗണപതായേ നമ അവിഘ്നമസ്തു. നിങ്ങൾ ഞാനും ആദ്യാക്ഷരം കുറിക്കാൻ നേരം ഗുരു നമ്മളെ കൊണ്ട് എഴുതിപ്പിച്ചെന്താണ്? ഹരി ശ്രീ ഗണപതായ നമ. കാരണം ഗണപതി വിഘ്നേശ്വരനാണ്. ഈ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൽ ഒരിക്കലും ഒരു വിഘ്നം ഉണ്ടാവരുത്. അതാണ് എഴുതുന്നത് ഹരിശ്രീ ഗണപതി. അത് കാളിദാസൻ്റെ നാക്കിലേക്ക് കാളിഭഗവതി എഴുതാണ്. അതെഴുതി കഴിഞ്ഞാൽ കാളിദാസന് പോയി അറിവായി. കാളിദാസൻ്റെ വീട്ടിൽ വന്നു. അയാളുടെ അറിവും കൂടെ പ്രദർശിപ്പിക്കാൻ തുടങ്ങി. സ്ത്രീ അമ്പരന്ന് പോയി. സ്ത്രീ പറഞ്ഞു, അസ്ഥി കജി ദ്വാഗ്ലാസോ. ഹോ, എന്തൊരു അറിവോടായ മനുഷ്യൻ, എന്തൊരു വാക്ചാതര്യം. കാളിദാസൻ, നീ എന്നോട് ബന്ധമൊന്നുമല്ല, നീ എന്നെ അടിച്ചിറക്കി വിട്ടാ. പക്ഷെ നീ പറഞ്ഞ 3 വാക്കുണ്ടല്ലോ, അത് വെച്ച് ഞാൻ 3 മഹാകവി എഴുതാൻ പോവാണ്. അദ്ദേഹം ആദ്യം കുമാരസംഭവം എഴുതി. എങ്ങനെയാണ് തുടങ്ങിയത്? അസ്തുസ്തരസ്യാം ദിശി ദേവതാത്മ. അസ്ഥി, ഭാര്യ പറഞ്ഞ വാക്ക് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. രണ്ടാമത് മേഘസന്ദേശം എഴുതി. തുടങ്ങുന്നത് എങ്ങനെയാണ്? കജ്ജിത് എന്ന് തുടങ്ങി. 3ാമതാണ് രഘുവംശം എഴുതുന്നത്. ശ്രീരാമചന്ദ്രന് മുമ്പുള്ള 3 പൂർവികർ, ശ്രീരാമചന്ദ്രൻ കഴിഞ്ഞുള്ള 3 പിൻഗാമികൾ, കാളിദാസൻ. 7 രാജാക്കന്മാരുടെ ചരിത്രം എഴുതുന്നു രഘുവംശം. തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? വാഗുലാസ വാണി ഗണപതി. ഭാര്യ പറഞ്ഞ 3 വാക്കിൽ നിന്ന് 3 മഹാകവി എഴുതി. അപ്പോൾ കാളീക്ഷേത്രത്തിൽ വിദ്യ തുടങ്ങിയാൽ വലിയ അനുഗ്രഹമാണ്. പഴശ്ശിരാജ കുടുംബത്തിലെ എല്ലാ കുട്ടികളും എഴുത്തിനിരുത്തിയത് ഈ മൃദംഗശൈല ക്ഷേത്രത്തിലാണ്. ഈ ദേശത്തുള്ള കോഴിക്കോട് തൊട്ട് വയനാട് തൊട്ടുള്ള കുട്ടികളെ മൃദംഗശൈല ക്ഷേത്രത്തിൽ കൊണ്ടുവരും. എന്തിനാണ്? മൃദംഗശൈല ക്ഷേത്രത്തിൽ വെച്ച് ആദ്യാക്ഷരം കുറിച്ചാൽ ആ കുട്ടി അറിവുള്ള കുട്ടിയായിരിക്കും, വലിയ വലിയ ഡിഗ്രി എഴുതുന്ന കുട്ടിയായിരിക്കും. അതാണ് കാളിഭഗവതിയുടെ കഴുത്തിൽ ഈ തലയോട്ടി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. കാളിഭഗവതി എന്തിനാണ് ഈ വിരൽ മുറിച്ച് അരിഞ്ഞാണമായിട്ട് നടക്കുന്നത്? വേറെ എന്തെല്ലാം സാധനം കൊണ്ട് അരിഞ്ഞാണം ഉണ്ടാക്കാൻ? കാരണം എഴുതാനുള്ള കഴിവ് കാളിഭഗവതിയുടേതാണ്. കാളിഭഗവതിയുടേതാണ്. കാളിദാസൻ്റെ കാലത്ത് രാജാക്കന്മാർക്ക് സമസ്യ എന്നൊരു സാധനമുണ്ട്. ലാസ്റ്റ് വരെ ഇട്ട് കൊടുക്കും. ആദ്യത്തെ 3 വരെ എഴുതണം. ഒരിക്കൽ ഈ കവികളൊന്ന് വട്ടളക്കാൻ വേണ്ടി രാജാവ് ഒരു സമസ്യ ഇട്ട് കൊടുത്തു. ഖ ഇഖ ഗ ഇഖ. ആദ്യത്തെ 4 വ്യഞ്ജന. കാളിദാസൻ ഉൾപ്പെടെ എല്ലാവരും 4 ദിവസം മെനക്കെട്ട് ഒരു രക്ഷയും കിട്ടിയില്ല. കാളിദാസൻ ഉജ്ജയിനിൽ ക്ഷേത്രത്തിൽ വന്നു.
ഭഗവതിയെ എന്നെ രക്ഷിക്കണം, നീയാണ് എനിക്ക് അറിവെല്ലാം തന്നത്, ഈ മത്സരത്തിൽ ഞാൻ തോക്കാൻ പാടില്ല. പ്രാർത്ഥിച്ചിട്ട് ഈ ഉജ്ജയിനിലെ കാളിക്ഷേത്രത്തിൻ്റെ ഇടതുവശത്ത് ഒരു 12 സ്റ്റെപ്പുണ്ട്. ഇറങ്ങി വന്നൊരു പാറയുണ്ട്. ആ പാറയുടെ അപ്പുറത്ത് ഒരു ചെറിയ ഒരു വഴിയും അതിനപ്പുറത്ത് നദിയുമാണ്. ഞാനും പോയി ആ പാറപ്പുറത്ത് ഇരുന്നിട്ടുണ്ട്. ഒരു കൊച്ചുകുട്ടി നടന്നു വന്നു. കാളിദാസൻ ചോദിച്ചു, കാത്തോം ബാലെ നീ ഏതാ മോളെ? അവൾ പറഞ്ഞു, കനകലത. കിംബ ഹാസ നിൻ്റെ കാത്തോം ബാലെ കാഞ്ചനമാലെ കസ്യാപുത്രി ആരുടെ മോളാന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, കനകലതയുടെ മോളാണ്. കിംബ ഹസ്തൻ്റെ കയ്യിലെന്തുവാ? അവൾ പറഞ്ഞു, കദളീപത്രം താളിയോലയാണ്. കാവാരക്ക എന്തുവാണ് എഴുതിയിരിക്കുന്നത്? കുട്ടി പറഞ്ഞു, ക ഇക്ക ഗ ഇക്ക. കാളിദാസൻ അപ്പം മനസ്സിലായി കാളി ഭഗവതി അവിടെ നിൽക്കുന്നതെന്ന്. അപ്പോഴേ കാളി ഭഗവതി ചിരിച്ചോണ്ട് അപ്പത്തിഷയായി. ഒന്നാമത്തെ വരി കേട്ടപ്പോഴേ കാളിദാസനെ മനസ്സിലാക്കേണ്ടതായിരുന്നു. കാത്തോമ്പാലെ കാഞ്ചനമാല, സ്വർണ്ണ നിറമുള്ള സുന്ദരി. കാഞ്ചനമാല എന്ന കാളി ഭഗവതിയുടെ പര്യായപദമാണ്. അത് കേട്ടപ്പോൾ കാളിദാസൻ മനസ്സിലാവേണ്ടായിരുന്നു. അപ്പോൾ ആ പദ്യത്തിലെ ആദ്യ വാക്കെല്ലാം കായാണ്, നടുക്കത്തെ അക്ഷരവും കായാണ്. കാത്തോമ്പാലെ കാഞ്ചനമാലെ കസ്യാപുത്രി കനകലതായ കിംവാഹസ്തേ കദളീപത്രം കാവാരക്ക കായ്ക്ക. അപ്പോൾ പരീക്ഷ എഴുതുന്ന കുട്ടികൾ പഠിക്കാനിരിക്കുമ്പോൾ സരസ്വതിയെ നമസ്തു എന്ന് ഞാൻ പ്രാർത്ഥിക്കും. പരീക്ഷ എഴുതുന്ന ദിവസം എവിടെ പോകുന്ന നമ്മൾ കാളീക്ഷേത്രത്തിലാണ്. ഈ ദേശത്തുള്ള കുട്ടികൾ പരീക്ഷയുടെ അന്ന് എവിടെ വരും? മൃദംഗശില ക്ഷേത്രത്തിൽ വരും. കാളി ഭഗവതി ബാധിച്ചിട്ട് പോയാലുണ്ടല്ലോ പരീക്ഷയ്ക്ക് A+ ആണ്, സംശയമൊന്നും വേണ്ട. അപ്പോൾ ഈ കാളി ഭഗവതിയുടെ ഈ ഭാവങ്ങൾ, ആ ഭാവങ്ങളിലാണ് മൃദംഗശില ക്ഷേത്രം. പരീക്ഷ എഴുതാനുള്ള കുട്ടികളോട് വരും, എഴുത്തിരുത്താനുള്ള കുട്ടികളോട് വരും. അറിവിൻ്റെ ലോകത്തിൽ മൃദംഗശൈലേശ്വരി ദേവി പ്രസിദ്ധയാണ്. ദേവിയുടെ 5ാമത്തെ അവതാരം ലക്ഷ്മിയുടെ അവതാരമാണ്. ഐശ്വര്യം തരുന്ന ദേവിയാണ് ലക്ഷ്മി. മൃദംഗശൈലേശ്വരി ദേവി ലക്ഷ്മി ഭാവം ഉണ്ടാവും. ആ ലക്ഷ്മി ഭാവം ഉണ്ടാവുമ്പോൾ ഇവിടെ വരുന്ന വ്യക്തിക്ക് എന്തെല്ലാം അനുഗ്രഹം വേണോ അത് മുഴുവൻ അങ്ങ് കിട്ടും. അതാണ് മൃദംഗശൈലേശ്വരി ദേവിയുടെ ഒരു പ്രത്യേകത. ഞങ്ങളുടെ 2 DGP ഉണ്ടായിരുന്നു, പടിക്കൽ സാറും മധുസൂദൻ സാർ. 2 പേരും രാജൻ കേസിൽ പെട്ടു. 2 പേരും സസ്പെൻഷനായി, ജയിലിലായി. അവർക്ക് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയപ്പോൾ മധുസൂദൻ സാർ തളിപ്പറമ്പുകാരനാണ്. അദ്ദേഹം പറഞ്ഞു, പഠിക്കലേ രക്ഷയുടെ ഒരു മാർഗ്ഗമേ ഉള്ളൂ, മൃദംഗശൈലേശ്വരി ദേവിയെ പ്രാപിക്കുക. അവർ 2 കൂടെ കാർ പിടിച്ചിവിടെ വന്നു. അന്നിവിടെ വയൽ വഴിയൊക്കെ കയറി ഇവിടെ വന്ന് ദേവിക്ക് ചുറ്റും 3 വലം വെച്ചു. 3ാമത്തെ വലം വെച്ച് കഴിഞ്ഞപ്പോൾ ആകാശത്തിന് അശരീരി കേട്ടു, മധുരയ്ക്കപ്പുറം മധുരയ്ക്കപ്പുറം മധുരയ്ക്കപ്പുറം. ഏതോ സ്ത്രീ പറയുകയാണ്, പക്ഷെ ശ്രദ്ധിച്ചപ്പോൾ ചുറ്റുമൊന്നും സ്ത്രീകളില്ല. മധുസൂദൻ സാർ പറഞ്ഞു, ദേവിയാണ് ഈ പറഞ്ഞത് കേട്ടോ, നമ്മൾ ഈ കേസ് മധുരയ്ക്കപ്പുറത്ത് കൊണ്ടുപോകണമെന്നാണ് ഈ ദേവി പറയുന്നതെന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്തു? സുപ്രീം കോടതി മൂവ് ചെയ്തു. കേസങ്ങ് മധുരയ്ക്കപ്പുറം തഞ്ചാവൂർ കൊണ്ടുവച്ചു. കേരളത്തിൽ രാജൻ കേസ് വലിയ കേസാണ്, തമിഴ്നാട്ടിൽ ഈ ഒരു കേസല്ല. 2 പേരും അങ്ങ് വിട്ടുപോയി. 2 പേര് തിരിച്ചു വന്ന് കേരളത്തിലെ DGPമാരായി, ലോ ആൻഡ് ഓർഡർ DGPമാരായി. 1980 കരുണാകരൻ സാറ് കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തനായി. ഇടതുപക്ഷ മുന്നണിയിലേക്ക് കോൺഗ്രസ് മുന്നണിയിൽ നിന്ന് KM മാണിയും AK ആന്റണിയും അങ്ങ് പോയി. നായനാർ മുഖ്യമന്ത്രി മന്ത്രിസഭ വന്നു. കരുണാകരൻ്റെ കൂടെ കോൺഗ്രസും 2-3 ഈർക്കിൽ പാർട്ടി മാത്രമേ ഉള്ളൂ. കാളിദാസൻ അദ്ദേഹം കരുണാകരൻ എപ്പോഴും ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോകും. പക്ഷെ കരുണാകരൻ ആലോചിച്ച് നോക്കിയിട്ട് ഇതിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്താൻ മൃദംഗശൈലേശ്വരി ദേവിക്ക് മാത്രമേ പറ്റൂ. അദ്ദേഹം എന്തെന്നറിയാമോ? കാറ് പിടിച്ച്, അദ്ദേഹത്തിന് പൂർവികർ ഈ തളിപ്പറമ്പുകാരാണ്, കാറ് പിടിച്ച് ഇവിടെ വന്ന് ദേവിക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ചു. ദേവിക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ചിട്ട് പറഞ്ഞു, ദേവി എന്നെ തിരിച്ചു കൊണ്ടുവരാൻ ദേവിക്ക് മാത്രമേ പറ്റൂ, അതുകൊണ്ട് ദേവി എന്നെ സഹായിക്കണം. 2 മാസം കഴിഞ്ഞില്ല, AK ആന്റണിയും മാണിയും തിരിച്ചു വന്നു. 82 ഇലക്ഷൻ ഉണ്ടായി. 82 കരുണാകരൻ മുഖ്യമന്ത്രിയായി. മൃദംഗശൈലേശ്വരി ദേവി ഉണ്ടല്ലോ, കരുണാകരനെ മുഖ്യമന്ത്രിയായപ്പോൾ കരുണാകരൻ നേരെ ഇവിടെ വന്ന് ദേവിക്ക് വലിയ സ്തുതികളൊക്കെ കൊടുത്ത് എന്തൊക്കെയോ പൂജകളൊക്കെ കഴിച്ച് 1993 കരുണാകരൻ ആക്സിഡൻ്റ് ഉണ്ടായി. കഴക്കൂട്ടത്ത് പോകുന്ന കരുണാകരൻ്റെ വണ്ടി അങ്ങോട്ട് മറിഞ്ഞ്. ആ സമയത്ത് SIPയുടെ ഡെപ്യൂട്ടി കമാൻഡൻ്റ് എൻ്റെ അമ്മയുടെ സഹോദരനാണ്, J. അലക്സാണ്ടർ അടിച്ചു പാഞ്ഞ് അവിടെ ചെന്നു. അപ്പോൾ ഡ്രൈവറോട് ചോദിച്ചു, ഇതോടെ സംഭവം? അതിങ്ങനെ വണ്ടി വന്നു, റോഡിലെന്തോ എണ്ണ കിടപ്പുണ്ടായിരുന്നു, വണ്ടി ഓവർടേൺ ചെയ്തു. അപ്പോൾ ഈ ഗൺമാൻ കാറിലിരിക്കുന്ന ആളാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? കരുണാകരൻ സാറെ പെട്ടെന്ന് കാറിലിരുന്ന് വിളിച്ചു, ഗുരുവായൂരപ്പ മൃദംഗശൈലേശ്വരി ദേവി എന്ന് 2 വിളി വിളിച്ചു. കരുണാകരൻ 10-40 ആശുപത്രിയിലായിരുന്നു, രക്ഷപ്പെട്ടു.
പിന്നെ കരുണാകരൻ എന്തെന്നറിയാമോ? കരുണാകരൻ മൃദംഗശൈല ക്ഷേത്രത്തിൽ വരും, 108 തവണ വലം വെക്കും, 108 തവണ. 50-52 ആഴ്ച കരുണാകരനോട്, മാസം കരുണാകരനോട് വന്നു. കരുണാകരൻ വന്ന് മൃദംഗശൈലിക്ക് പൂജ ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് കരുണാകരൻ സാർ എന്നെ വിളിച്ചു, അലക്സാണ്ടർ ഒരു പ്രപ്പോസൽ കൊണ്ടുവരണം. എന്തിനാ? അത് മൃദംഗശൈലേശ്വരി ക്ഷേത്രം നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് ക്ഷേത്രമാക്കി മാറ്റണം. ഞാൻ പറഞ്ഞു, ശരി. ഞാൻ ഇരുന്ന് പ്രപ്പോസൽ ഉണ്ടാക്കി ചരിത്രമൊക്കെ എഴുതി, ഇതിൻ്റെ അത്ഭുത സിദ്ധികളും നൂറ്റാണ്ടുകളുടെ ചരിത്രമൊക്കെ എഴുതി കൊടുത്തു. കെ കരുണാകരൻ ഇതും കൊണ്ട് ഡൽഹിയിൽ പോയി PV നരസിംഹറാവുവിനെ ഏൽപ്പിച്ചു. PV നരസിംഹറാവു ശരി നമുക്ക് ആക്കിക്കളയെന്നൊക്കെ പറഞ്ഞു. 2 മാസം കഴിഞ്ഞപ്പോൾ ബാബറി മസ്ജിദ് പൊളിച്ച് ഇന്ത്യ മുഴുവൻ അക്രമം 1200ഓളം പേര് മരിച്ചു. PV നരസിംഹറാവുവിന് പിന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല. ഇല്ലായിരുന്നുവെങ്കിൽ മൃദംഗശൈല ക്ഷേത്രം ഇന്ത്യയുടെ ആസ്ഥാന ക്ഷേത്രങ്ങളൊന്നായിട്ട് മാറിയതിനായിരുന്നു അന്ന്. കരുണാകരൻ സാറിന് എല്ലാ പ്രശസ്തിയും എല്ലാം തിരിച്ചു കൊടുത്തു ലക്ഷ്മി മൃദംഗശൈലേശ്വരി ദേവി. ഇതാണ് മൃദംഗശൈലേശ്വരി ദേവിയുടെ അത്ഭുതം എന്ന് പറയുന്നത്. ജോലി കിട്ടാത്ത കുട്ടികൾ ഇവിടെ വരും. മൃദംഗശൈല ക്ഷേത്രത്തിൽ പറഞ്ഞാൽ അടുത്ത PSC പരീക്ഷ പാസ്സായിരിക്കും, യാതൊരു സംശയം വേണ്ട. അപ്പോൾ ലക്ഷ്മി ഭഗവതി അനുഗ്രഹിക്കുന്ന പോലെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഒരു വ്യക്തിയിലേക്ക് കൊണ്ടുവരാൻ മൃദംഗശൈലേശ്വരി ദേവിക്ക് കഴിയുന്നു എന്നുള്ളത് ശ്രദ്ധാപൂർവമുള്ള നമ്മുടെ കാര്യമാണ്. അടുത്ത അവതാരം ആരാണ്? ഭഗവതിയുടെ 6ാമത്തെ അവതാരം സരസ്വതി ദേവിയാണ്. അറിവിൻ്റെ ദേവതാസങ്കല്പമാണ്, അറിവിൻ്റെ ദേവതാസങ്കല്പം. നേരത്തെ പറഞ്ഞതുപോലെ മൃദംഗശൈലേശ്വരി എന്ന് പറയുന്നത് സരസ്വതി ദേവിയുടെ പര്യായമാണ്. ഇവിടുത്തെ ദേവി അറിവിൻ്റെ ഭാവത്തിൽ പ്രവർത്തിക്കും. അറിവിൻ്റെ ഭാവത്തിൽ പ്രവർത്തിച്ചാൽ അത്ഭുതങ്ങൾ ഉണ്ടാവും. വിദ്വാൻ തമ്പുരാൻ അറിവിൻ്റെ മേഖലയിൽ വന്നു, അദ്ദേഹം പ്രസിദ്ധനായി മാറി. പഴശ്ശിരാജാവ് വന്നു, പഴശ്ശിരാജാവ് പ്രശസ്തനായി മാറി. ഇവിടുത്തെ അറിവിൻ്റെ പഴശ്ശിരാജാവ് തുടങ്ങി വെച്ച വലിയ വിദ്യാ കേന്ദ്രങ്ങൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന കേന്ദ്രങ്ങളായി മാറി. സരസ്വതി ഭഗവതിയുടെ ഈ അറിവ് കൊടുക്കുന്ന ആ വലിയ പ്രവർത്തനം മൃദംഗശൈല ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ വലിയ വലിയ ഡിഗ്രികൾക്ക് പഠിക്കുന്ന കുട്ടികൾ പുസ്തകം എഴുതുന്നതിന് മുമ്പ് എഴുത്തുകാർ ഇവിടെ വരും. ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയാൽ ആ പുസ്തകം, ആ ആശയം വളരെ പ്രധാനപ്പെട്ട ആശയമായി മാറും. 7ാമതായി ഭഗവതിയുടെ അവതാരം രാധയുടെ അവതാരമാണ്. ഭഗവാൻ കൃഷ്ണൻ ഭൂമിയിൽ വന്നു, കൂട്ടുവേണം. ദേവി എന്ത് ചെയ്തു? ദേവി രാധയായി ഭൂമിയിൽ വന്നു. ദേവി വന്നത് രുക്മിണിയായിട്ടല്ല, ദേവി വന്നത് സത്യഭാമയായിട്ടല്ല, നമ്പർ 1 നമ്പർ 2 ഭാര്യമാരായിട്ടല്ല വന്നത്. പക്ഷെ ആ ദേവി ഭഗവാന് കൂട്ടായി. പക്ഷേ രാധയ്ക്ക് ഒരിക്കലും ഭഗവാനെ കല്യാണം കഴിക്കാൻ പറ്റിയല്ല, മുനിശാപമുണ്ട്. അപ്പോൾ ലൈംഗിക വീഴ്ച ഇല്ലാതെ, വിവാഹബന്ധമില്ലാതെ ഒരു സ്ത്രീയും പുരുഷനെ എങ്ങനെ സ്നേഹിക്കണം, അതിൻ്റെ വലിയ ഭാവമാണ് ഈ രാധയുടെ ഭാവം എന്ന് പറയുന്നത്. മൃദംഗശൈലേശ്വരി ദേവി രാധയുടെ ഭാവത്തിൽ പ്രവർത്തിക്കുന്നത്. ആ രാധയുടെ ഭാവത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് പഴശ്ശിരാജാവിൻ്റെ പ്രസിദ്ധമായ ഭാവങ്ങൾ ഇവിടെ നമ്മൾ കാണുന്നത്. പഴശ്ശിരാജാവിൻ്റെ വിദ്വാൻ തമ്പുരാൻ്റെ കഥകളിയിലെ പ്രേമരംഗങ്ങൾ അത് എഴുതാൻ നേരം വിദ്വാൻ തമ്പുരാൻ ഇവിടെ വരും. ഇവിടെ വന്ന് മൃദംഗശൈലേശ്വരി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ആട്ടക്കഥകളിയിലെ ആട്ടക്കഥ ഭംഗിയായിരിക്കും. നളദമയന്തിയുടെ ആട്ടക്കഥ വിദ്വാൻ തമ്പുരാൻ ഇവിടെ വന്നിട്ട് പോയിരുന്ന് എഴുതുകയാണ്. നളദമയന്തിയുടെ പ്രേമം, സുന്ദരമായ പ്രേമം ആട്ടക്കഥയായിട്ട് എഴുതി. പുരാണത്തിലെ പല പ്രണയകഥകളും ആട്ടക്കഥകളാകുന്നത് ഇവിടുത്തെ രാധാഭാവത്തിലുള്ള ദേവിയുടെ സഹായത്താൽ ആണ്. രാധ. ഇനി പഴശ്ശിരാജാവിൻ്റെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കുഞ്ഞാനു എന്ന് പറയുന്ന ഭാര്യ. പഴശ്ശിരാജാവും കുഞ്ഞാനുവും ഭയങ്കര പ്രേമത്തിലായിരുന്നു, ഭയങ്കര പ്രേമം. ആ പ്രേമത്തിൽ ഇരിക്കുന്ന സമയത്താണ് പഴശ്ശിരാജാവിനെ അറസ്റ്റ് ചെയ്യുന്നത്. പഴശ്ശിരാജാവ് കഷ്ടിച്ച് രക്ഷപ്പെട്ട് കഴിഞ്ഞ് അദ്ദേഹം വയനാട്ടിൽ വെച്ച് വെടിവെച്ച് കൊല്ലപ്പെട്ടപ്പോൾ ഈ കുഞ്ഞാനുവും അറസ്റ്റിലായി. അപ്പോൾ ഈ കുഞ്ഞാനു പഴശ്ശിരാജാവ് കൊല്ലപ്പെടുമ്പം ഈ കുഞ്ഞാനുവിൻ്റെ യാത്ര ചെയ്യാൻ വേണ്ടി CL ബേബർ എന്ന് പറയുന്ന സബ് കളക്ടർ അദ്ദേഹത്തിൻ്റെ പല്ലക്കൊടുത്ത് കുഞ്ഞാനുവിനെ കൊണ്ടുവന്നു. എന്നിട്ട് കുഞ്ഞാനുവിനെ കൊണ്ടുവന്നിട്ട് ഒരു നല്ല വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചു. പഴശ്ശിരാജാവ് മരിച്ചു, വിധവ സ്ത്രീയാണ്.
താമസിപ്പിച്ചു. പക്ഷേ ആ സ്ത്രീ അവിടെ വെച്ച് ആത്മഹത്യ ചെയ്തു, പഴശ്ശിരാജാവിൻ്റെ ഭാര്യ. കാര്യം അവൾ പറഞ്ഞു, ആ സ്ത്രീ പറഞ്ഞു, ഞങ്ങളുടെ പ്രേമഭാവത്തിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന പ്രേമം കളഞ്ഞിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് പഴശ്ശിരാജാവിൻ്റെ ഭാര്യ മരിക്കുന്നത്. അടുത്ത അവതാരം ഗായത്രി അവതാരമാണ്. ഭഗവാനോട് സംസാരിച്ചു. ഭഗവാൻ പറഞ്ഞു, ഗായത്രി മന്ത്രം ഭൂമിയിൽ അവതരിക്കണം. ഭഗവതി പറഞ്ഞു, ഗായത്രി എന്നുള്ള പേര് തന്നെ സ്ത്രീലിംഗമല്ലേ, ഞാൻ പൊക്കോളാന്നത്. അങ്ങനെ ഭഗവതിയുടെ 8ാമത്തെ അവതാരം ഗായത്രി അവതാരമാണ്. അപ്പോൾ ഈ ഗായത്രി അവതാരത്തിലാണ് സംഗീതാത്മകമായി ദേവകഥകൾ പറയുന്ന സംഭവം. മൃദംഗശൈലേഷ ക്ഷേത്രത്തിൽ പ്രൊഫഷണലായിട്ടുള്ള സ്ത്രീകളുണ്ടായിരുന്നു. ഈ ദേവഗാനങ്ങൾ പാടാൻ, ഇവിടുത്തെ ആരാധനയിൽ പങ്കെടുക്കാൻ സ്ത്രീകൾ പാടിക്കൊണ്ട് അഭിനയിച്ചിരുന്നു. ആട്ടക്കഥകളിൽ മുഴുവൻ സംഗീത രൂപത്തിലാണ് ആട്ടക്കഥകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ കഥകളി പദങ്ങൾ ഇവിടെ ചൊല്ലാൻ സ്ത്രീകളുണ്ടായിരുന്നു. അങ്ങനെ ആ കഥകളിയും മറ്റ് കലാരൂപങ്ങളും പഴശ്ശിരാജാവ് വളർത്തി. ആ കലാകാരന്മാർ അരങ്ങേറ്റം കുറിക്കുന്നത് മൃദംഗശൈല ക്ഷേത്രത്തിലായിരുന്നു. അങ്ങനെ അരങ്ങേറ്റം കുറിച്ച കലാകാരന്മാരെ കൊണ്ട് പഴശ്ശിരാജാവ് കിഴക്കേ കോവിലകത്തും പോയി. പടിഞ്ഞാറേ കോവിലകത്തിലാണ് ഇരിട്ടിയിലെ കോവിലകം. കിഴക്കേ കോവിലകത്ത് പോയിട്ട് അവിടെ ഈ നൃത്തങ്ങൾ അവതരിപ്പിച്ചു. അങ്ങനെ ആ കൂത്ത് അവതരിപ്പിച്ചപ്പോൾ ആ സ്ഥലത്തിന് പേര് കിട്ടി കൂത്തുപറമ്പ്. പഴശ്ശിരാജാവിൻ്റെ കലാകാരന്മാരും കലാകാരികളും പോയി ആ കൂത്ത് അവതരിപ്പിച്ച മൈതാനമാണ് കൂത്തുപറമ്പ്, പ്രസിദ്ധമായ സ്ഥലം. അപ്പം അങ്ങനെ ഗായത്രി ഭാവത്തിൽ ദേവീ സ്തോത്രങ്ങൾ ചൊല്ലി മൃദംഗശൈലി ക്ഷേത്രം പ്രസിദ്ധമായി. ദേവിയുടെ 9ാമത്തെ അവതാരം ശക്തീശ്വരി, ശക്തി പ്രകടിപ്പിക്കുകയാണ്. മൃദംഗശൈലി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്ന ഏത് ഭക്തനോ ഭക്തയ്ക്കോ അസാധാരണമായ ശക്തി ഉണ്ടാകുകയാണ്. കായികമല്ല, അല്ലാത്ത ഒരു ശക്തി ഉണ്ടാകും. ഈ ക്ഷേത്രത്തിലെ നിന്നും പുറപ്പെട്ട വലിയൊരു സംഭവമാണ് തിരുവിതാംകൂറിൽ സംഭവിച്ച സംഭവം. 1680 മുഗളൻ തിരുവനന്തപുരം ആക്രമിച്ചു. മുഗളൻ എന്ന് പറഞ്ഞാൽ മുഗൾ രാജാവിൻ്റെ ഒരു സർദാർ 1000 പട്ടാളക്കാരുടെ കൂടി വന്ന് മധുരയിൽ നിന്ന് അദ്ദേഹം ആർക്കോട്ട് നവാബിനെ സഹായിക്കാൻ പോയതാണ്. പക്ഷേ മധുരയിൽ നിന്ന് അയാൾ കിഴക്കോട്ട് തിരിയുന്നതിന് പകരം തെക്കോട്ട് വന്ന് അദ്ദേഹം പടിഞ്ഞാട്ട് തിരിഞ്ഞു. അദ്ദേഹം എന്തുപറ്റെന്നറിയാമോ? തിരുവനന്തപുരം പട്ടണത്തിൽ വന്ന് ലാൻഡ് ചെയ്തു. 1000 മുസ്ലിം പട്ടാളക്കാർ വന്ന് ലാൻഡ് ചെയ്തു. ഈ പട്ടാളക്കാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? മുഗളിന് സ്ഥലം തെറ്റി വന്ന അയാളവിടെ തമ്പടിച്ചു. മണക്കാടെന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം തമ്പടിച്ചു. ഈ 1000 പട്ടാളക്കാരെ നേരിടാൻ വയ്യാഞ്ഞിട്ട് ഉമയമ്മ റാണി ജീവനും കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് രക്ഷപ്പെട്ടു. അവർ ആറ്റിങ്ങൽ പോയി താമസിച്ചു. 8 വർഷം മുഗളൻ തിരുവനന്തപുരം ഭരിച്ചു. 1680 മുതൽ 1688 വരെ. ഉമയമ്മ റാണി നേരെ പഴശ്ശിരാജാവിനെ വിവരം അറിയിച്ചു. അന്ന് നമ്മൾ ഈ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത വീരകേളർമ്മ പഴശ്ശിരാജാവിൻ്റെ അപ്പൻ്റെ ചേട്ടനാണ്. ആ മനുഷ്യൻ ഇവിടുന്ന് പുറപ്പെട്ടു. എങ്ങനെ പുറപ്പെട്ടെന്നറിയോ? മൃദംഗശൈല ക്ഷേത്രത്തിനകത്ത് അദ്ദേഹം ഉടവാൾ കൊണ്ടുവച്ചു. എന്നിട്ട് അദ്ദേഹം ഇവിടെ പ്രാർത്ഥിച്ചു. എന്നിട്ട് മൃദംഗശൈല ദൈവയോട് പറഞ്ഞു, നിൻ്റെ ശക്തി ഈ വാളിലേക്ക് ആവാഹിക്കണം, ഞാനൊരു ദേശത്തെ രക്ഷിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഇദ്ദേഹം ഇവിടുന്ന് തിരുവനന്തപുരത്ത് പോയി. അദ്ദേഹമാണ് കോട്ടയം തമ്പുരാൻ എന്ന് അവകാശപ്പെടുന്ന ആൾ. ഈ കോട്ടയം തമ്പുരാൻ തിരുവനന്തപുരത്ത് നിന്ന് അവിടുത്തെ സൈന്യത്തെ രൂപീകരിച്ചിട്ട് മൃദംഗശൈല ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച ശക്തിയുടെ വാളുണ്ടല്ലോ അതുകൊണ്ട് പോയി. അങ്ങനെ തിരുവട്ടാർന്ന സ്ഥലത്ത് വെച്ചിട്ട് ഈ മുസ്ലിം സർദാറിനെ കൊന്നു. പക്ഷെ കൂടുള്ള മുസ്ലിങ്ങളുണ്ട്, ഒരു പട്ടാണികളായിരുന്നു. അവരോട് അദ്ദേഹം പറഞ്ഞ് വന്ന് താമസിച്ചാൽ മതി. അങ്ങനെ മണക്കാട്, വിഴിഞ്ഞം, പൂവാർ ഇവിടെയൊക്കെ ഈ മുസ്ലിങ്ങളെ താമസിപ്പിച്ചു. അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഈ പട്ടാണി എന്ന് പറയും. പട്ടാണി എന്ന് പറഞ്ഞാൽ ഈ പത്താൻ, പാകിസ്ഥാനിലെ പത്താൻ ദേശത്ത് വന്നിരുന്ന ആ പട്ടാളക്കാർ. തിരുവനന്തപുരത്ത് മുസ്ലിംസ് എങ്ങനെയാണ് ഈ പട്ടാണികൾ എന്നറിയപ്പെടുന്നത്. ആ പട്ടാണികളുടെ വർഗത്തിൽപ്പെട്ട ആളാണ് കേരളത്തിലെ ആദ്യത്തെ IG ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ സുഹ്റാവർദി. ഈ താമസിച്ച പട്ടാളക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടാണ്. ഈ കോട്ടയം തമ്പുരാൻ ഇവിടുന്ന് പോകുമ്പോൾ ഒരു ഇളയ സഹോദരിയെ കൂടെ കൊണ്ടുപോയി. ആ സഹോദരിയാണ് ഉമാദേവി തമ്പുരാട്ടി. ഈ പഴശ്ശിരാജാവ് സാധാരണ യാത്ര ചെയ്യുമ്പോൾ ഈ വാള് കൂടെ കൊണ്ടുപോയിരുന്നു. പക്ഷെ ഒരു ദിവസം രാത്രിയിൽ നടക്കാൻ പോകുന്ന നേരം ഈ വാള് ഒരു തൂണിൽ വെച്ച് കെട്ടിയിട്ട് അദ്ദേഹം നടക്കാൻ പോയി. ആ സമയത്ത് തിരുവനന്തപുരത്ത് നായർ പ്രമാണിമാർ ഈ പഴശ്ശിരാജാവിനെ കോട്ടയം തമ്പുരാനെ വെട്ടിക്കൊന്ന ഉമാദേവി തമ്പുരാട്ടി ഒറ്റയ്ക്കായി. ഉമാദേവി തമ്പുരാട്ടിയെ തിരിച്ച് കണ്ണൂർ വിടാൻ വയ്യ. ആ ഉമാദേവി തമ്പുരാട്ടിയെ കിളിമാനൂർ കൊട്ടാരത്തിൽ രാജാവ് കല്യാണം കഴിച്ചു.
ആ രാജാവിന് ഉമാദേവി തമ്പുരാട്ടിയിലുണ്ടായ ആളാണ് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന രാജാവ്. മാർത്താണ്ഡവർമ്മയ്ക്ക് അപ്പൻ്റെ സൈഡിലോ അമ്മയുടെ സൈഡിലോ തിരുവിതാംകൂർ രാജവംശമായിട്ട് ഒരു ബന്ധവും ഇല്ല. അത് രാമവർമ്മ തമ്പുരാനും മകൻ പപ്പുത്തമ്പിക്ക് രാമൻ തമ്മിൽ കിട്ടേണ്ടതാണ് തിരുവിതാംകൂർ. അപ്പോൾ ഈ കോട്ടയം രാജകുമാരിയുടെ മകനായി ജനിച്ച അദ്ദേഹത്തെ രാമവർമ്മ രാജാവ് അഡോപ്റ്റ് ചെയ്തിരുന്നു, ദത്തെടുത്തിരുന്നു. ആ അവകാശം വെച്ച് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ പിടിച്ചു. തിരുവിതാംകൂർ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഡച്ചുകാർക്ക് മാർത്താണ്ഡവർമ്മയെ തോൽപ്പിക്കണം. അപ്പോൾ ഡിലിനായുടെ നേതൃത്വത്തിലൊരു സൈന്യം വന്ന് നമ്മുടെ കൊളച്ചൽ ക്യാമ്പ് ചെയ്തു. നാഗർകോവിലിൻ്റെ അപ്പുറത്തുള്ള കൊളച്ചൽ. തിരുവിതാംകൂർ രാജാവ് ഇറങ്ങി. അത് ഈ കോട്ടയം രാജാവ് ഇവിടുന്ന് കൊണ്ടുപോയി വാളും കൊണ്ടുപോയി കൊളച്ചൽ യുദ്ധത്തിൽ 1741 ഡച്ചുകാരെ പരാജയപ്പെടുത്തി. അതിനുശേഷം മാർത്താണ്ഡവർമ്മ വടക്കോട്ടൊരൊറ്റ വരവാണ്. അത് ആറ്റിങ്ങൽ പിടിച്ചു, കൊല്ലം പിടിച്ചു, വേണാട് പിടിച്ചു, കായംകുളം പിടിച്ചു, പന്തളം പിടിച്ചു. ഇങ്ങനെ അദ്ദേഹം വന്ന് ഇടുക്കിയുടെ മലമുകൾ വരെ പിടിച്ചു. അദ്ദേഹത്തിന് ശക്തി എവിടുന്ന വന്നേ തിരുവിതാംകൂറിലെ പത്മനാഭസ്വാമിയുടെ സഹായമുണ്ട്. പക്ഷെ അദ്ദേഹം കയ്യിൽ വഹിച്ച വാളുണ്ടല്ലോ, മൃദംഗശില ക്ഷേത്രത്തിലെ വാള. ഈ ശക്തി കൈകിട്ടിയാൽ ഏത് ശത്രുവും പരാജയപ്പെടും. എല്ലാ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പും പഴശ്ശിരാജാവ് ഇവിടെ വരും. വന്നിട്ട് ഇവിടെ പ്രാർത്ഥിച്ചിട്ടേ പോവുള്ളൂ. ബ്രിട്ടീഷുകാർ പറഞ്ഞു, ഇത്തവണ ഈ പഴശ്ശി ഇങ്ങോട്ട് വരുത്തരുത്. പഴശ്ശി യുദ്ധം ചെയ്ത് ബ്രിട്ടീഷ് ജനറൽ മക്കൻസിയെ കൊന്നു, ഡേവിഡ്സനെ കൊന്നു, ബ്രിട്ടീഷ് സൈന്യത്തിലെ 300ഓളം പട്ടാളക്കാരെ കൊന്നു, ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ വന്നു, ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടനെ പരാജയപ്പെടുത്തി. അപ്പോൾ ഫൈനൽ യുദ്ധത്തിന് പോവാണ്. ബ്രിട്ടീഷുകാരെന്തെന്നറിയാമോ? ഒരു ചെട്ടിയെ പിടിച്ചു, ഇവിടുത്തെ ഒരു ചെട്ടി, ഒരു കരിങ്കാലി, അവനെ പിടിച്ചിട്ട് ഈ പഴശ്ശിരാജാവ് തിരിച്ചു കൊടുന്ന് പ്രാർത്ഥിക്കാതിരിക്കാൻ വേണ്ടി ഈ ക്ഷേത്രത്തിന് കാവൽ വെച്ചു. അങ്ങനെ പഴശ്ശിക്ക് ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. പഴശ്ശിക്ക് എങ്ങനെയെങ്കിലും വന്ന് വേഷപ്രച്ഛനായാലും വന്ന് പ്രാർത്ഥിക്കാൻ വന്നിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് പഴശ്ശിയെ കൊല്ലാൻ പറ്റില്ലായിരുന്നു. അതാണ് ഈ ക്ഷേത്രത്തിലെ ശക്തീശ്വരി എന്ന് പറയുന്നത്. ആ ശക്തീശ്വരി ഭാവത്തിൽ മൃദംഗശേഷത്തിൽ പ്രാർത്ഥിച്ചാൽ ഏത് കാര്യവും നടന്നിരിക്കും, ഏത് ശക്തിയുള്ള കാര്യവും നടന്നിരിക്കും, ഏത് ഇമ്പോസിബിളായ കാര്യവും നടന്നിരിക്കും എന്നുള്ളതാണ്. ഇനി 10ാമതായി ദൈവയുടെ ദശാവതാരത്തിലെ 10ാമത്തെ അവതാരം ഭ്രമരി എന്ന് പറയുന്ന അവതാരമാണ്. ഭ്രമരം എന്ന തേനീച്ച. അപ്പോൾ കലിയുഗത്തിൽ എന്തായിട്ടാണ് ദേവി പോകുന്നത്? ഭഗവാൻ ചോദിച്ചു. ഭഗവതി പറഞ്ഞു, ഞാൻ കലിയുഗത്തിലെ മനുഷ്യന് നാക്കിന് മധുരവും തലച്ചോറിന് ബുദ്ധി ഉണ്ടാക്കുന്ന തേനയുടെ ദേവതയെ പോകുമ്പോഴാണ്. ഭ്രമരം എന്ന് പറഞ്ഞ തേനീച്ച ഭ്രമരിയായി വരികയാണ്. അതുകൊണ്ട് മൃദംഗശില ക്ഷേത്രത്തിൽ പഴശ്ശി രാജാക്കന്മാരും മറ്റുള്ളവരും തേൻ കൊണ്ടുവരും. തേൻ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചിട്ട് ആ ദേവിയുടെ ശക്തിയുള്ള തേൻ കൊണ്ട് പോകും. ആ തേൻ കഴിച്ചാൽ ഏത് അത്ഭുതവും നടക്കും, ഏത് പരീക്ഷയും പാസ്സാവും. അതുകൊണ്ട് പഴശ്ശി രാജാക്കന്മാർ ഒരു മോതിരം കൊണ്ടുപോയിരുന്നു. ആ മോതിരത്തിൽ മൃദംഗശില ക്ഷേത്രത്തിലെ പ്രാർത്ഥിച്ച തേൻ അതിനകത്ത് കൊണ്ടുപോയിരുന്നു. അതാണ് ഇൻ്റലക്ച്വൽ വർക്ക് ചെയ്യുമ്പം ഏതെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ പഴശ്ശി രാജാക്കന്മാർ കഴിച്ചിരുന്നത്. പക്ഷേ വയനാട്ടോട് പോകുന്നതിന് മുമ്പ് പഴശ്ശിക്ക് മനസ്സിലായി, പഴശ്ശിയുടെ കയ്യിൽ അപ്പോഴൊരു 300ഓളം പട്ടാളക്കാരേ ഉള്ളൂ. ബ്രിട്ടീഷ് പട്ടാളം 1792 ടിപ്പുവിനെ തോൽപ്പിച്ച് അവിടുന്ന് ഒരു സൈന്യം വരുന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്നൊരു സൈന്യം വരുന്നുണ്ട്, തെക്ക് ഇവിടുന്നൊരു സൈന്യം മേപ്പോട്ട് മല കയറി വരികയാണ്. പഴശ്ശിക്ക് മനസ്സിലായ രക്ഷയില്ലാന്ന്. ആ യാത്രയിൽ പഴശ്ശി എന്ത് ചെയ്യുന്നറിയാമോ? മോതിരത്തിനകത്തുള്ള തേനിന് പകരം വിഷം നിറച്ചു, എന്നിട്ട് കൊണ്ടുപോയി. ബ്രിട്ടീഷ് പട്ടാളം വളഞ്ഞു കഴിഞ്ഞ് വെടിവെക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യത്തെ വെടി കിട്ടിയെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ പഴശ്ശി എന്ത് ചെയ്യുന്നറിയാമോ? ഈ തേനിന് പകരം വെച്ചിരുന്ന ആ വിഷം മോതിരത്തിൽ നിന്ന് കുടിക്കുകയും പഴശ്ശിരാജാവ് മരിച്ചു വീഴുകയുമായിരുന്നു. അപ്പോൾ ഭ്രമരി അവതാരത്തിലെ തേൻ മൃദംഗശില ക്ഷേത്രത്തിലെ വലിയൊരു ആരാധനാഭാവമാണ്. അപ്പോൾ സാധാരണ ക്ഷേത്രത്തിൽ ഒന്നുകിൽ ദുർഗ, ഇല്ലെങ്കിൽ കാളി, ഇല്ലെങ്കിൽ ലക്ഷ്മി, ഇല്ലെങ്കിൽ പാർവതി, ഇങ്ങനെ സംഭവിക്കുക. മൃദംഗശില ക്ഷേത്രത്തിൽ ഭഗവതിയുടെ 10 അവതാരത്തിൻ്റെയും ഫോംസിലാണ് ഇവിടെ ഭഗവതി ഇരിക്കുന്നത്. അതുകൊണ്ട് മൃദംഗശൈലേശ്വരയെ പ്രാർത്ഥിക്കണോ, ദുർഗയായി പ്രാർത്ഥിക്കണോ, പോർക്കാലിയായി പ്രാർത്ഥിക്കണോ, ശക്തീശ്വരയെ പ്രാർത്ഥിക്കണോ, എല്ലാ പ്രൊവിഷനും ഉണ്ട്. കേരളത്തിലെ ഒരുതപ്പെട്ട ഒരു ക്ഷേത്രത്തിലും ദശഭാവത്തിൽ ദേവിയെ പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. ഈ മൃദംഗശില ക്ഷേത്രത്തിലാണ് അതിനുള്ള വലിയ അവസരം. ഈ ക്ഷേത്രത്തിലെ ലക്ഷ്മിയുടെ ഭാവം വളരെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. കൂത്തുപറമ്പിൽ ഞാൻ ASP യുടെ ട്രെയിനിങ്ങാണ്. ഞാനൊരിക്കൽ ഈ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി 3 പോലീസുകാരെ കൊണ്ട് വരികയാണ്. അപ്പോൾ ചന്തയിലൊരു കാണാൻ കൊള്ളാവുന്നൊരു യുവാവ് ഇരുന്ന് ഭിക്ഷ യാചിക്കുന്നു.
ഞാൻ പോലീസുകാരോട് പറഞ്ഞു, എടോ ഇവനെ കണ്ടിട്ട് ഒരു ഭിക്ഷക്കാരനാണെന്ന് തോന്നില്ലല്ലോ, ഇവനാണ് നല്ല കുടുംബത്തിൽ ജനിച്ചാണല്ലോ. ആ പോലീസുകാരൻ പറഞ്ഞു, സാറേ ഇയാൾ പഴശ്ശി രാജകുടുംബത്തിലെയാണ്. ഇവൻ എന്തെന്നറിയാമോ? മൃദംഗശേലേശ്വരി ദേവിയുടെ തലയുടെ മകളിൽ ഒരു ചെറിയ ആഭരണം ഉണ്ടായിരുന്നു. ഇവന് പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇവൻ എന്തെന്നറിയാമോ? ആ ആഭരണം മൃദംഗശേലേശ്വരി ദേവിയുടെ കിരീടത്തിന് വെളിയിരുന്ന ആ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി വിറ്റവൻ. ദേവി വിടുവോ സാറേ? ദേവി അവൻ്റെ മുഴുവൻ സ്വത്തും കളഞ്ഞ് ആ രാജകുടുംബത്തിലെ പഴശ്ശി രാജകുടുംബത്തിലെ അവൻ ഭിക്ഷക്കാരനായിട്ടിരുന്ന ഭിക്ഷ തേണ്ടുകയാണ്. ഞാൻ സത്യത്തിന് ഞെട്ടിപ്പോയി. ദേവിയോട് കളിക്കാൻ പോയാലുണ്ടല്ലോ ഒരു രക്ഷയില്ല. ഈ ക്ഷേത്രത്തിൽ അക്കൗണ്ടിൽ നിന്ന് 100 രൂപ അടിച്ച് മാറ്റിയുണ്ടല്ലോ, അവനെ ഈ ഭിക്ഷക്കാരനെ പോലെ ആയിത്തീരും. ഇവിടുത്തെ ഏതെങ്കിലും പൈസ അടിച്ച് മാറ്റിയാൽ അത് മൃദംഗശൈലേശ്വരുടെ ഒരു പ്രത്യേക പരിപാടിയാണ്. അവർ രാജകുടുംബാംഗം സർവ്വം നശിച്ചിട്ട് കൂത്തോറും മാർക്കറ്റിൽ നിന്ന് തെണ്ടി ആ മനുഷ്യൻ അവിടെ മരിച്ചു കിടന്ന് രാവിലെ ഒരു ദിവസം രാവിലെ അയാൾ മരിച്ചു കിടക്കായിരുന്നു. അത് മൃദംഗശൈലേശ്വരി കഴിവാണ്. കൊടുക്കാൻ പോയാൽ മൃദംഗശൈലേശ്വരി ദേവി പടിക്കലിനെയും മധുസൂദനെയും ആക്കുമല്ലോ DGP-മാരാക്കും, കരുണാകരൻ സാറിനെ മുഖ്യമന്ത്രിയാക്കും, കോടീശ്വരനാക്കും. ഇവിടുത്തെ വലിയൊരു കോടീശ്വരൻ തലശ്ശേരിയിലൊരു വലിയൊരു PWD കോടീശ്വരൻ ഒരാളുണ്ടായിരുന്നു. അയാളുടെ ഒരു ബിസിനസ് അങ്ങ് പൊട്ടിപ്പോയി. അയാൾ മൃദംഗശൈലേശ്വരി എന്ന് പ്രാർത്ഥിച്ച് അയാൾ PWD വലിയ കോൺട്രാക്ടറായി മാറി. അപ്പം മൃദംഗശൈലേശ്വരി ദേവി കൊടുക്കാൻ തുടങ്ങിയുണ്ടല്ലോ ഇഷ്ടം പോലെ കൊടുക്കും. വേല കാണിക്കാൻ ചെന്നുണ്ടല്ലോ ഭിക്ഷ യാചി തെണ്ടിക്കളയും. അതാണ് മൃദംഗശൈലേശ്വരിയുടെ ഭാവം. അതുകൊണ്ട് 10 ഭാവത്തിലും ദേവിയെ ആരാധിക്കാൻ പറ്റിയ ദുർഗാ ഭഗവതിയായും മൃദംഗശൈലേശ്വരിയായും സംഗീതത്തിൻ്റെ ദേവതയായും ശക്തീശ്വരിയായും ലക്ഷ്മി ഭഗവതിയായും അതുപോലെ തന്നെ സരസ്വതി ദേവിയായും ഒരേ സമയം ജ്ഞാനവും ശക്തിയും അറിവും നൽകുന്ന അത്ഭുതമാണ്. മാർത്താണ്ഡവർമ്മയുടെ അമ്മാവനായിരുന്ന അയാൾ ആ പഴശ്ശിരാജാവ് 1680 അവിടെ വരുന്നത്. വിദ്വാൻ തമ്പരം വരുന്നത് 1730 ശേഷമാണ്. പഴശ്ശിരാജാവ് വരുന്നതോ പഴശ്ശിരാജാവ് 1753 ജനിച്ച് 1805 കൊല്ലപ്പെടുന്നത്. ആ സമയത്താണ് 3ാമത്തെ പ്രസിദ്ധനായ പഴശ്ശിരാജാവ് വരുന്നത്. അപ്പോൾ എത്രയോ തലമുറയാണ് മൃദംഗശൈലേശ്വരി ദേവി ആ പഴശ്ശി രാജകുടുംബത്തെ ലോകം മുഴുവൻ അറിയുന്ന ആളുകളാക്കി മാറ്റിയത്. അതാണ് മൃദംഗശൈലേശ്വരിയുടെ കഴിവെന്ന് പറയുന്നത്. ഇവിടെ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥയാണ് മൃദംഗശൈലേശ്വരി ദേവി. ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കൊരു സെയിൻ്റുണ്ട്. ആ സെയിൻറ്റ് ജൂഡ് എന്ന് പറയും. യേശുക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത ജൂദാസ് കറിയത്ത. പക്ഷേ അതേ യൂദാസ് നാമധാരിയായ മറ്റൊരു ശിഷ്യനുണ്ടായിരുന്നു. യേശുക്രിസ്തു പറഞ്ഞു, മറ്റേ ശിഷ്യൻ ഇത്രയും പേരുദോഷം കേൾപ്പിച്ചോട്ടെ, അതേ പേരുള്ള നിനക്ക് ഞാൻ വരം തരികയാണ്, നിന്നോട് ആര് മധ്യസ്ഥ ചോദിച്ചാലും അത് സാധിച്ചിരിക്കും. ഞങ്ങളുടെ സെൻറ്റ് ജൂഡിനെ പോലെയാണ് മൃദംഗശൈലേശ്വരി ദേവി. ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ നടക്കാത്ത ഒരൊറ്റ സംഭവമില്ല. ചോദിക്കുന്നത് കിട്ടിയിരിക്കും. അതാണ് മൃദംഗശൈലേശ്വരി ദേവിയുടെ പ്രത്യേകത. അസാധ്യ കാര്യങ്ങളുടെ ദേവതയാണ്. പക്ഷേ ആ ദേവത അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഈ ക്ഷേത്രം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ പള്ളിയിൽ അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായാലുണ്ടല്ലോ, ഞങ്ങൾ മൈക്ക് വെച്ച് അടിച്ച് പറത്തി സാക്ഷ്യം പറയും. ഇവിടെ വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചു, പനി പോയി, കോവിഡ് പോയി, അടിച്ച് പറത്തി പ്രസംഗിക്കും. ആയിരക്കണക്കിന് അത്ഭുതം നടന്നിട്ടുള്ള ഒരു ക്ഷേത്രമാണ് മൃദംഗശൈലേശ്വരി ക്ഷേത്രം. ഇവിടെ നടന്ന അത്ഭുതത്തിൻ്റെ ലിസ്റ്റ് നിങ്ങളുടെ ഇരിപ്പുണ്ടോ? ഇല്ല. ഇനി ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന അത്ഭുതം നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെക്കണം. കരുണാകരൻ സാറിൻ്റെയും പടിക്കൽ സാറിൻ്റെയും മധുസൂദൻ സാറിൻ്റെയും എൻ്റെ സർക്കിൾ ഇൻസ്പെക്ടർ കുട്ടി ഉണ്ടായതൊക്കെ ഞാൻ നേരിട്ട് കണ്ട എൻ്റെ കാര്യത്തിൽ ഇരിപ്പുള്ളൊരു 4 എണ്ണം. പക്ഷേ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ നിങ്ങളോട് ലിസ്റ്റ് ചെയ്ത് വെക്കണം. ഒരു ഭക്തനോട് വന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രം നടന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ അതിലെ ഏത് ദേവീഭാവത്തിലുള്ള അത്ഭുതമാണ് ആ ഭക്തന് മനസ്സിലായാൽ ആ രീതിയിലുള്ള അത്ഭുതം കിട്ടാൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ആളിവിടെ വരും. ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയോട്ട് പാച്ചിട്ട് അടുത്ത ഫ്ലൈറ്റിൽ കയറി പോകാം. ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ആളിവിടെ എത്തും. അപ്പോൾ ആ രീതിയിലുള്ള റെക്കോർഡ് നിങ്ങൾക്ക് വേണം. ഏതൊക്കെ വീട്ടിൽ ഏതൊക്കെ ഭക്തന് എന്തെല്ലാം അത്ഭുതമുണ്ടായി, ആ അത്ഭുതം നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ ഈ ക്ഷേത്രം ലോകം മുഴുവൻ അറിയപ്പെടും. ഇപ്പോൾ കണ്ണൂർ എയർപോർട്ട് ലോകം മുഴുവൻ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു സീ അറൗണ്ട് എയർപോർട്ട് എന്ന ലിസ്റ്റുണ്ട്. തിരുവനന്തപുരം എയർപോർട്ട് കഴിഞ്ഞാൽ ഉടനെ പറയും ഇവിടെയാണ് ശംഖുമുഖത്തെ ബീച്ച്, ഇവിടെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം, ഇവിടെയാണ് പ്രസിദ്ധമായ ഒബ്സർവേറ്ററി, ഇവിടെയാണ് നക്ഷത്ര ബംഗ്ലാവ്, ഇവിടെയാണ് പൊന്മുടി അടുത്തെന്നൊക്കെ പറയും. എന്ന് പറഞ്ഞ പോലെ ഓരോ എയർപോർട്ടിൻ്റെയും ചുറ്റും ഒരു ലോകത്തു നിന്നൊരു ഭക്തൻ വന്നാൽ അല്ലെങ്കിൽ ഒരു വ്യക്തി വന്നാൽ അയാൾക്ക് എന്തെല്ലാം കാണാനുണ്ട്. ആ ലിസ്റ്റിൽ ഇപ്പം മൃദംഗശൈലേശ്വരി ക്ഷേത്രം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ അത്ഭുതങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെച്ചാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഭക്തർ ഇവിടേക്ക് ഒഴുകിയെത്തും. ശബരിമലയെ പോലെ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ 2 ക്ഷേത്രങ്ങൾ ഒന്നായി
മൃദംഗശൈലി മാറും. അതുകൊണ്ട് കമ്മിറ്റിക്കാർ ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചുണ്ടാകുന്ന എല്ലാ അത്ഭുതങ്ങളും ലിസ്റ്റ് ചെയ്ത് വെക്കുകയും ലോകത്തെ മുഴുവൻ അറിയിക്കുകയും ചെയ്യണം. ഈ അത്ഭുത ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യത്തിൽ വരാനും പ്രാർത്ഥിക്കാനും കഴിഞ്ഞത് വലിയ ഭാഗ്യം. ആ പോർക്കാലി ദേവിയുടെ അടിയിലുള്ള നിലവറയിൽ വിദ്വാൻ തമ്പുരാൻ അറിവ് കൊടുത്തിയ സ്ഥലത്ത് ഇരിക്കാനും പോയി പ്രാർത്ഥിക്കാനും പറ്റിയത് വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഈ കുളത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുകയാണ്. വിദ്വാൻ തമ്പുരാൻ കഥകളിയുടെ സ്ത്രീരൂപം കാണിച്ചു കൊടുത്ത ആ കുളത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ മനസ്സിലേക്ക് ആശയങ്ങൾ വരികയാണ്. അതുകൊണ്ട് ചരിത്രപ്രസിദ്ധമായ പുണ്യപ്രസിദ്ധമായ അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥയായ ദേവതയുടെ മുമ്പിൽ വരാനും പ്രാർത്ഥിക്കാനും കഴിഞ്ഞ എല്ലാ ഭക്തർക്കും എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കൾ ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം. താങ്ക് യു സർ. ദേവിയുടെ 10 ഭാവങ്ങൾ ഉപകഥകളോടുകൂടി വളരെ മനോഹരമായി അങ്ങ് വിവരിച്ചു തന്നു. അടുത്തതായി രാജേഷ് സാറ് ഒരു സ്വർണ്ണ മോതിരം നൽകി അലക്സാണ്ടർ സാറിനോടുള്ള സ്നേഹവും ആദരവും ഈ വേദിയിൽ വെച്ച് അറിയിക്കുകയാണ്. മോതിരം നൽകുന്നതിനായി രാജേഷ് സാറിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും മോതിരം ഏറ്റുവാങ്ങുന്നതിനായി അലക്സാണ്ടർ സാറിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. തന്റെ ആരാധനാപാത്രമായ അലക്സാണ്ടർ സാറിന് ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം സ്വർണമോതിരമായി വിരലിൽ അണിയിക്കുന്ന ഒരു മുഹൂർത്തത്തിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്.